ഹായ് എല്ലാവർക്കും ഗുഡ് ഈവനിങ് അഗെയിൻ. ഇപ്പം ഇതെൻ്റെ രണ്ടാമത്തെ വെബിനാർ സെക്ഷനാണ് UX-ൻ്റെ. എൻ്റെ പേര് നിഖിൽ. ഞാനിവിടെ എല്ലോട്ടൂട്ട്സിൽ UX ഡിസൈനർ ആൻഡ് വെബ് ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യുന്നു. കറൻറ്റ്ലി 2+ years ഓഫ് ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉള്ള ഒരാളും കൂടിയാണ്. ലാസ്റ്റ് ഫ്രൈഡേ നമ്മളൊരു ഫസ്റ്റ് സെക്ഷൻ കണ്ടക്ട് ചെയ്തായിരുന്നു. ഒരു UX എന്താണ്, UX നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് ഗുണങ്ങൾ, അത് വെച്ചുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, അതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് ഇതിൽ കവർ ചെയ്തത്. നമ്മൾ ഇതിൽ സെക്കൻഡ് സെക്ഷനിൽ നമ്മളിപ്പം കവറപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നമുക്ക് ഇതിനകത്ത് വർക്ക് ഫ്ലോ, അതായത് UI എന്താണ്, നമുക്ക് UX എന്താണ്, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ കൂടി നമ്മൾ എക്സ്പ്ലനേഷന് വേണ്ടിയാണ് ഈ സെക്ഷൻ കൂടി കവറപ്പ് ചെയ്യുന്നത്. ഈ ലാസ്റ്റ് നമ്മൾ സെക്ഷനിൽ നമ്മൾ കവറപ്പ് ചെയ്തത് ഇതൊക്കെയായിരുന്നു. ലാസ്റ്റ് നമ്മൾ എന്തായിരുന്നു UX എന്തായിരുന്നു, പിന്നെ വൈ ഡിസൈൻ ഈസ് ഇമ്പോർട്ടൻറ്റ്, അത് ഡിസൈൻ, ഇത് ഒരു 4 പോയിന്റ്സ് ആയിരുന്നു നമ്മൾ കവറപ്പ് ചെയ്തത്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് UI-യുടെ ബേസായിട്ട് എന്തൊക്കെ നമുക്ക് അറിയാം, മീൻസ് നമുക്ക് എന്തൊക്കെ ഗുഡ് ഡിസൈൻ എന്താണ്, ബാഡ് ഡിസൈൻ എന്താണ്, അതൊക്കെയാണ് നമ്മൾ കൂടുതൽ ഈ വെബിനാറിൽ കവർ ചെയ്യാൻ പോകുന്നത്. ഇത് ജസ്റ്റ് ഒരു ക്ലാസ് അല്ല, നമുക്കൊരു ഇൻട്രാക്ഷൻ സെക്ഷനായിട്ട് തന്നെ പോകാം. നിങ്ങൾക്ക് അവിടെ നിന്നും എന്നോട് ചോദിക്കാം, ഞാനും അങ്ങോട്ട് ചോദിക്കാം. നമുക്ക് ഒരു ഇൻട്രാക്ഷൻ സെക്ഷനിലായിട്ട് നമുക്ക് പോവാം. നമുക്ക് എന്തായാലും ഈ വെബിനാർ തുടങ്ങാം. നമുക്കപ്പോൾ ഫസ്റ്റ് ഞാൻ എടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഒരു യൂസറിൻ്റെ പ്രോബ്ലംസ് നമുക്ക് എങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാം എന്നൊരു POV-യിലാണ് ഞാൻ ഈ ഫസ്റ്റ് ഒരു സെക്ഷൻ എടുത്തേക്കുന്നത്. ഇത് നമ്മുടെ സ്വിഗ്ഗിയുടെ ആപ്പിൻ്റെ UI തന്നെയാണ്. ഇത് എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും യൂസബിളായിട്ടും എല്ലാവരും എപ്പോഴും ഫുഡ് ഓർഡർ ചെയ്യുന്നതും എപ്പോഴും യൂസ് ചെയ്യുന്നൊരു ആപ്പ് ആയതുകൊണ്ടാണ് ഞാൻ സ്വിഗ്ഗി ചൂസ് ചെയ്യാൻ കാരണം. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ എന്താ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പം ഈ സ്വിഗ്ഗി തന്നെ എടുക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ സ്വിഗ്ഗിയുടെ UX ടീമോ അല്ലെങ്കിൽ UI ടീം മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന UX ടീമിലായിരിക്കും. കാരണം കൂടുതലും പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് UX ടീമാണ് കൂടുതലും എഫേർട്ട് എടുക്കുന്നത്. UI ടീമിൽ ആകെ ഒരു ഡിസൈൻ ഫ്ലോയും വിഷ്വലി എങ്ങനെ നമുക്ക് ഒരു ആപ്പോ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ സ്മാർട്ട് TV ആയിക്കോട്ടെ, നമ്മുടെ സ്മാർട്ട് വാച്ച് ആയിക്കോട്ടെ, എല്ലാം ഭംഗിയാക്കാനും വിഷ്വലി അപ്പിയറൻസ് ഗുഡ് ആക്കാനും വേണ്ടിയിട്ടാണ് നമുക്ക് ഈ UI-യുടെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത്. UX ആണ് അതിനകത്ത് റിസർച്ച്, അതായത് യൂസറിൻ്റെ അണ്ടർസ്റ്റാൻഡബിലിറ്റി എന്തായിരിക്കും, അതായത് യൂസർ എന്ത് പോയിന്റ് ഓഫ്, അതൊക്കെ ഈ വഴിയെ ഈ സ്ലൈഡുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ എക്സാമ്പിൾ ഫുഡ് ഡെലിവറി ആപ്പ് എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പം ഒരു ഫുഡ് ഡെലിവറി ആപ്പ് എടുക്കുകയാണെങ്കിൽ എനിക്കതിനകത്ത് വേണ്ടത് ഫുഡ് എന്താണോ. ഇപ്പോൾ എനിക്ക് ബിരിയാണി ഓർഡർ ചെയ്യണമെങ്കിൽ ബിരിയാണി ഞാൻ സെർച്ച് ചെയ്യുന്നു. ഇപ്പോൾ ഏത് റെസ്റ്റോറൻറ്റ് റേറ്റിംഗ്സ് എല്ലാം നോക്കി അതുവഴി ഫുഡ് സെലക്ട് ചെയ്തിട്ട് ആഡ് ടു കാർട്ട് കൊടുക്കുന്നു, പിന്നെ ചെക്കൗട്ട് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ അതിനകത്ത് പ്രോസസ്സ്. പക്ഷേ ഇതിനകത്ത് കൂടുതൽ സ്റ്റെപ്പുകളോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഫസ്റ്റ് ഇനീഷ്യലി ഒന്നും മനസ്സിലാവാത്ത രീതിയിലൊരു UX വരുമോ UI ഡിസൈൻ വരുവാണെങ്കിലും നമുക്ക് അവിടെ പ്രോബ്ലംസ് വരും. ഫസ്റ്റ് പ്രോബ്ലം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു യൂസറും അല്ലെങ്കിൽ ഒരു കസ്റ്റമറോ ഒരിക്കലും സ്റ്റേ ആയിട്ട് ഒരു ആപ്പിൽ നിൽക്കാനോ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിൽ നിൽക്കാനോ പറ്റില്ല. കാരണം ഇനീഷ്യലി ഒരു വെബ്സൈറ്റിലാണെങ്കിൽ നമ്മുടെ ബാനർ ആയിരിക്കും ആ വെബ്സൈറ്റിൻ്റെ, അതായത് വെബ്സൈറ്റ് ആയിക്കോട്ടെ, ഒരു ഏജൻസി ആയിക്കോട്ടെ, ഒരു പോർട്ട്ഫോളിയോ ആയിക്കോട്ടെ, ആ വ്യക്തി എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഈ വരുന്ന വിസിറ്റേഴ്സിന് എന്താണ് ബെനിഫിറ്റ് തരുന്നത് എന്ന് പറയുന്നത് ആ ബാനർ സെക്ഷൻ ആയിരിക്കും. ഇനീഷ്യലി നമ്മൾ സ്വിഗ്ഗിയുടെ ആപ്പിൻ്റെ ഫസ്റ്റ് ഇൻ്റർഫേസ് കണ്ടതാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഫസ്റ്റ് ഇൻ്റർഫേസ്. അതിനകത്ത് എന്താ ഫസ്റ്റ് ഇനീഷ്യലി കാണുന്നത്, ഫുഡ് ഡെലിവറി ഉണ്ട്, ഇൻസ്റ്റാമാർട്ട്, പിന്നെ ഡൈനിങ് ഔട്ട്, സീൻസ്. ഇതെല്ലാം ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം ഇതിനകത്ത് എല്ലാം ഉണ്ട്. നമുക്ക് എന്ത് ആക്സസ് കൊടുത്താലും നമുക്ക് എല്ലാം കിട്ടും. സിമ്പിൾ സെർച്ചാണ്, സിമ്പിളായിട്ട് നമുക്ക് ഒരു യൂസറിന് അതിനെ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതി. ഇതാണ് ഒരു ബെസ്റ്റ് ഒരു UX ഡിസൈനർ പ്രൊവൈഡ് ചെയ്യുന്ന ഫസ്റ്റ് കാര്യങ്ങളായിരിക്കും. ദെൻ എന്ന് പറയുന്നത് ടാർഗറ്റ്, അതായത് ഒരു യൂസറിനെ ടാർഗറ്റ് ചെയ്തിട്ട് ആയിരിക്കും നെക്സ്റ്റ് പ്രിവിലേജ് നമുക്ക് കൊണ്ടുവരണം. ഇപ്പം ഇതിനകത്തും ജിം ആപ്പ് എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാലും എല്ലാവരും ഇപ്പോൾ കറൻറ്റ്ലി വരുന്ന ജനറേഷൻ ആയിക്കോട്ടെ, ഇതിപ്പം ഓൾഡ് ജനറേഷൻ ആയിക്കോട്ടെ, എല്ലാവരും ഫിറ്റ്നസ്സോട്ടും എല്ലാവരും ഹെൽത്ത് നോക്കാനായിട്ട് പോകുന്ന എല്ലാവരും ഉണ്ട്. ഈ വെബിനാറിൽ വന്നിരിക്കുന്ന മോസ്റ്റ് ഓഫ് ഒരു 80% ആയിക്കോട്ടെ, ചിലപ്പോൾ 100% ആൾക്കാരുണ്ടാവും ജിമ്മിൽ പോകാനും ഹെൽത്ത് ഗുഡ് ആക്കാനും വേണ്ടിയിട്ട് പോകുന്നവരും പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാനുള്ളവരുണ്ടാവും. ചിലവർക്ക് ഹെൽത്ത്, അതായത് നമ്മുടെ വർക്കൗട്ട് മാനേജ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ എക്സസൈസ് മാനേജ് ചെയ്യാനോ, നമ്മുടെ ഡയറ്റ് പ്ലാൻ നമുക്ക് ചിലവർക്ക് മറന്നു പോവാം, ചിലവർക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റാതിരിക്കാം. അതിനൊക്കെയാണ് ഒരു ഫിറ്റ്നസ് ആപ്പ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. ഫോർ ഇപ്പം നമ്മൾ അതിപ്പോൾ ഒരു ഫിറ്റ്നസ് ഒരു 6 months അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഫിറ്റ്നസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ എല്ലാവരും ഒരു ഫിറ്റ്നസ് ട്രെയിനർ ആയിക്കോട്ടെ, ട്രെയിനറിനെല്ലാം എപ്പോഴും ഒരു സ്മാർട്ട് വാച്ച് കാണും, അല്ലെങ്കിൽ ട്രെയിൻ ചെയ്യാൻ പോകുന്ന ഒരാളായിട്ട് സ്മാർട്ട് വാച്ച് കാണും. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കലോറി ബേൺ ആവുന്നതും അവരുടെ ഹാർട്ട് ബീറ്റും അവരുടെ വാട്ടർ കണ്ടന്റ്, അവരുടെ സ്ലീപ്പ് റേറ്റ്, കലോറീസ്, അങ്ങനെ എല്ലാം അവർ ഉദ്ദേശിക്കുന്ന രീതിയിലാണോ കട്ടാവുന്നത് അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ
രീതിയിലാണോ പോകുന്നത്, മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് എല്ലാം അറിയാൻ വേണ്ടിയിട്ട് സ്മാർട്ട് വാച്ച് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് നമ്മളൊരു യൂസറിനെ അണ്ടർസ്റ്റാൻഡ്, അത് ടാർഗറ്റ് ചെയ്ത് അതൊരു യൂസറിനെ നമ്മൾ സ്റ്റഡി ചെയ്യുക. ഈ പ്രോഡക്റ്റ് എന്തിനാണ്, അതായത് ഇപ്പം നമ്മളൊരു ജിമ്മിൻ്റെ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ചെയ്യുവാണെങ്കിലും ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പോൾ നിങ്ങൾ ഈ വെബിനാറിൽ ഇരിക്കുന്നവർ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ജിമ്മിൻ്റെ വേറെ എന്തെങ്കിലും ആപ്പ് ആയിക്കോട്ടെ, വേറെ ഫുഡ് ഡെലിവറി ആയിക്കോട്ടെ, വേറെ ഇ-കൊമേഴ്സ് ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, പിന്നെ ഇപ്പം ഇ-കൊമേഴ്സ് അല്ല, അതായത് ഇ ലേണിംഗ് ആപ്പുകളായിക്കോട്ടെ, അതായത് നമ്മുടെ ADA24, പിന്നെ നമ്മുടെ എൻട്രി ആപ്പ്, അവിടെയൊക്കെ വന്നു കഴിഞ്ഞാലും ഇനീഷ്യലി ഒരു യൂസർ വരേണ്ടത് അവർക്ക് എന്താ അതിനകത്തുനിന്ന് കിട്ടും, അതിൽ നിന്ന് എന്തൊക്കെ അണ്ടർസ്റ്റാൻഡ് ആയിരിക്കും, അതൊക്കെ ആയിരിക്കും ഒരു യൂസർ തിങ്ക് ചെയ്യുക. ഇതെല്ലാം തിങ്ക് ചെയ്തിട്ടായിരിക്കും ഒരു UX റിസർച്ചറും ഒരു UI ഡിസൈനറും ഇനീഷ്യൽ ഡിസൈൻ സെറ്റ് ചെയ്യാം. ഫസ്റ്റ് ഗോൾ എന്ന് ഇപ്പോൾ ജിം ആപ്പിൽ ഗോൾ എന്ന് പറയുന്നത് എന്താ, ട്രാക്ക് വർക്കൗട്ട് ചെയ്യുക. പിന്നെ അതിനകത്ത് നിന്ന് ഫോർഗഡ്, അതായത് 3 സെക്ഷനായിട്ട് നമുക്ക് എടുക്കാം. ഗോൾ ഉണ്ട്, പ്രോബ്ലംസ് ഉണ്ട്, സൊല്യൂഷൻസ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് ഇനീഷ്യലി വായിച്ചു കഴിഞ്ഞാലും മനസ്സിലാവുന്നുള്ളൂ. പെട്ടെന്ന് ഇപ്പം അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ട് ഒരു UI സെറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും വെബ് ആയിക്കോട്ടെ. ഇതെല്ലാം ഒരു യൂസറിന് ഇപ്പം ഈ വെബിനാറിൽ ഇരിക്കുന്നവർ എല്ലാവരും ഈ സ്വിഗ്ഗി ആപ്പിൾ യൂസ് ചെയ്യുന്നുണ്ടാവും, ഈ നമ്മുടെ വർക്കൗട്ട് ചെയ്യുന്ന എന്തെങ്കിലും ആപ്പ് യൂസ് ചെയ്യുന്നുണ്ടാവും, പിന്നെ വേറെ എന്തെങ്കിലും നമുക്ക് യൂസ് ആയിട്ടുള്ള എല്ലാ ആപ്പുകളും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തികളായിരിക്കും വെബിനാറിൽ ഇരിക്കുന്നത്. ഇതിനകത്ത് ഈ ഗോള്, പ്രോബ്ലം, സൊല്യൂഷൻ എന്നൊക്കെ പറയുന്നത്, ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിറ്റ്നസിൻ്റെ ട്രാക്ക് വർക്കൗട്ട് ആയിരിക്കും. പിന്നെ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സസൈസ് ചിലവർ ഫോർഗോട്ട് ചെയ്യാം. ചിലപ്പം മടിയായിട്ട് ജിമ്മിൽ പോകാതിരിക്കാം. ചിലപ്പോൾ ഇന്നലെ പോയിട്ട് ഫുൾ വർക്കൗട്ട് ചെയ്തിട്ട് ബോഡി പെയിൻ ആയിട്ട് പിറ്റേ ദിവസം പോകാൻ മടിയാവുള്ളവർക്ക് അപ്പം അവർക്കൊരു നോട്ടിഫിക്കേഷനായിട്ട് പോകുമ്പോൾ, അതായത് ഇപ്പം 8 മണിക്ക് ജിമ്മിന് പോകണമെങ്കിൽ ഒരു 7:30 ആകുമ്പോഴത്തേക്ക് ടൈം സെറ്റ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ വരിക, യു ഹാവ് ടു ഗോ ടു ജിം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും യൂസ്. നമ്മുടെ സൊമാറ്റോ ആയിക്കോട്ടെ, സൊമാറ്റോയിലെ CEO എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഡെയിലി ഒരു 10-20 മെസ്സേജോ അല്ലെങ്കിൽ ഇത്ര കൗണ്ട് ഓഫ് മെസ്സേജ് എല്ലാ യൂസറിനും പോകും. അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ആ ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് എപ്പോഴും ആ സൊമാറ്റോ ആയിക്കോട്ടെ വേറൊരു കമ്പനി ആയിക്കോട്ടെ എല്ലാവരും കീപ്പ് ചെയ്യുന്നുണ്ട് കസ്റ്റമർ റിലേഷൻഷിപ്പ്. അതുകൊണ്ടാണ് ഇപ്പോഴും സൊമാറ്റോ അതായത് ഫുള്ള് ഷട്ട് ഡൗൺ ചെയ്യാതെയോ അല്ലെങ്കിൽ ഫുള്ള് ഓണായിട്ട് നിൽക്കണം. അതുകൊണ്ടാണ് കസ്റ്റമർ റിലേഷൻഷിപ്പ് എപ്പോഴും ഒരു ആപ്പിനകത്തോ അല്ലെങ്കിൽ ഒരു വെബിനകത്തോ കീപ്പ് ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് കുറച്ചും കൂടി ട്രസ്റ്റ് വരിക. നമ്മുടെ ഇപ്പം ഞാനാണെങ്കിലും ഈ ജിമ്മിൻ്റെ ആപ്പിനെ എടുക്കുകയാണെങ്കിൽ എനിക്ക് അതിനകത്ത് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ഒന്നും കിട്ടിയില്ലെങ്കിൽ ഞാൻ പിന്നെ ആപ്പ് യൂസ് ചെയ്തിട്ട് എനിക്ക് കാര്യമില്ല, ഞാൻ ആപ്പ് നേരെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുള്ളൂ. അപ്പം ആ ഒരു ആപ്പ് തുടങ്ങിയ ആൾക്കാരുടെ ഇൻകം പോവാണ്, ഒരു യൂസറിനെ നഷ്ടപ്പെടുകയാണ്, ഒരു കസ്റ്റമറെ നഷ്ടപ്പെടുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഗോള് നമ്മൾ കണ്ടെത്തുക, ഒരു ഗോള് കണ്ടുപിടിക്കുക. എന്തിനാണ് ആപ്പ് അല്ലെങ്കിൽ വെബ്, ആർക്കാണ്, ഏത് യൂസർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്, എന്ത് ടൈപ്പ് ഓഫ് യൂസർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്, എന്തൊക്കെ തിങ്കിങ്ങിലായിരിക്കും ഒരു യൂസർ, ഒരു വേ ഓഫ് തിങ്കിങ്ങുകളുണ്ടല്ലോ പല. ഇപ്പം ഈ മീറ്റിൽ ഇരിക്കുന്ന ഇപ്പം എത്ര പേരെ കൗണ്ടൊന്നും നോക്കിയിട്ടില്ലായിരുന്നു, ഇത്രയും പേരും പല വ്യൂ ഓഫ് പോയിന്റിലും ഒരു ഡിസൈൻ സെൻസോ അല്ലെങ്കിൽ തോട്ടുകളുള്ളവരായിരിക്കും. അപ്പം അവരെയൊക്കെ റീഡ് ചെയ്തിട്ടായിരിക്കും ഒരു UX ഡിസൈനർ ഒരു ലേ ഔട്ട് കൊണ്ടുവരുന്നതും ഒരു സ്റ്റഡി കൊണ്ടുവരുന്നതും. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇപ്പം ഒരു ആപ്പിൻ്റെ വർക്ക് ഫ്ലോ ആണിത്. ഇതിനകത്ത് നമ്മളൊരു ഫുഡ് ഓർഡറിങ് ആപ്പ്, എല്ലാം ഞാൻ ഫുഡ് ഓർഡറിങ്ങും ജിമ്മും എടുക്കാൻ കാരണം അതാണ് മിക്കവരും നമ്മുടെ വേൾഡിൽ തന്നെ ഒരു 90% ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ്. ഈ ഇന്ത്യയിൽ തന്നെ ഒരു 100% ആൾക്കാർ യൂസ് ചെയ്യുന്ന സ്വിഗ്ഗി, സൊമാറ്റോ, ഫുഡ് ഓർഡർ ചെയ്യുന്ന എല്ലാം, അതായത് യൂബർ ഈറ്റ്സ് ഒക്കെ നേരത്തെ ഉണ്ട്, ഇപ്പോൾ ആരും യൂബർ ഈറ്റ്സ് അങ്ങനെ യൂസ് ചെയ്യാറില്ല. സ്വിഗ്ഗിയും സൊമാറ്റോയും കൂടുതലും എല്ലാവരും യൂസ് ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കുമല്ലോ ഈ സ്വിഗ്ഗി എന്താണ്, സൊമാറ്റോ എന്താണ്. അപ്പം ഞാനത് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. സ്ലൈഡിൽ എന്താ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഫുഡ് ഓർഡറിങ് ആപ്പ് നമ്മൾ എടുക്കുമ്പോൾ ആദ്യമേ ആപ്പ് എടുക്കുന്നു, അതിനകത്ത് ഒന്നില്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് നമ്മൾ ബ്രൗസ് ചെയ്യും അല്ലെങ്കിൽ ഡയറക്റ്റ് ഫുഡ് ബ്രൗസ് ചെയ്യും. ഇപ്പോൾ റെസ്റ്റോറൻറ്റ് അറിയുന്നത്, ഇപ്പം ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്ന ആയിക്കോട്ടെ, അവർക്ക് ലഞ്ചിന് ഫുഡ് ഓർഡർ ചെയ്യണം. അപ്പോൾ അവർക്ക് ഓൾറെഡി കൊച്ചിക്കാരനായിക്കോട്ടെ അല്ലെങ്കിൽ പുറത്തുനിന്ന് വന്ന ഈ എറണാകുളത്തു നിന്ന് ഔട്ട് സൈഡിൽ നിന്ന് വന്ന ആരെങ്കിലും ആയിക്കോട്ടെ, എല്ലാവർക്കും ഈ കൊച്ചിയിൽ എറണാകുളത്തിൽ എല്ലാവർക്കും അറിയുന്ന ഒരു കടകളുണ്ടാവും. കടകൾ നമ്മൾ സെർച്ച് ചെയ്യും, ഫസ്റ്റ് അവിടുന്ന് എന്താണോ ഫുഡ് അവർ ഫുഡ് സെലക്ട് ചെയ്യുന്നു, ആഡ് ടു കാർട്ട് കൊടുക്കുന്നു, പേയ്മെൻറ്റ് ചെയ്യുന്നു, ഓർഡർ കൺഫർമേഷൻ കഴിഞ്ഞു. ഒരു ഫുഡ് ഓർഡർ ചെയ്തിട്ട് അവിടെ ഒരു യൂസറിന് ഫുഡ് ഓർഡർ ചെയ്ത് ഫുള്ള് ഡിസ്പ്ലേ, ഫുള്ള് ട്രാക്കിങ് അവിടെ കിട്ടിക്കഴിഞ്ഞു. വേറെ അതിനകത്തൊന്നും ചെയ്യാനില്ല. അല്ലാണ്ട് വേറെ ഫുഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അത് പിന്നെ കാർട്ടിൽ പോകുന്നു, പിന്നെ കാർട്ടിൽ നിന്ന് പോയിട്ട് അവിടെ നിന്ന് ഓർഡർ ചെയ്യുന്നു. ഈ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്തവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും, നമ്മളൊരു ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നേരെ ടോപ്പ് ബോട്ടത്തിൽ തന്നെ നമുക്ക് കാർട്ടിൻ്റെ ആഡ് ചെയ്തിട്ടെന്ന് പറഞ്ഞ് കാണിക്കും. അത് ഒരു പെട്ടെന്ന് നമുക്ക് ഇപ്പം ഇന്ന് വന്ന കാലത്ത് ആർക്കും ടൈമില്ല. ഇപ്പം ഞാനായിക്കോട്ടെ, ഇപ്പോൾ ഈ വെബിനാറിലിരിക്കുന്ന ആർക്കും ടൈം വേസ്റ്റ് ചെയ്യാനായിട്ട് ആർക്കും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും എളുപ്പപ്പണിയായിരിക്കില്ല എല്ലാവരും നോക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് എല്ലാം
UX-ലും വരുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഇനീഷ്യലി ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഒരു പ്രോജക്റ്റ് എടുക്കുമ്പോൾ ഫസ്റ്റ് പ്രോജക്റ്റിൻ്റെ സിനാരിയോ എന്താണ്, പ്രോജക്റ്റ് എന്താണ്, എന്ത് സ്കോപ്പ് ഓഫ് വർക്കാണ്, ഏത് മേഖലയിലോട്ടാണ് ഈ വർക്ക് പോകുന്നത്, ഏത് ഈ പറഞ്ഞില്ലേ ജിമ്മാണോ അല്ലെങ്കിൽ ഇ-കൊമേഴ്സ് ആണോ അല്ലെങ്കിൽ ലേണിംഗ് ആപ്പാണോ, അങ്ങനെ കുറേ മേഖലകളുണ്ടല്ലോ. അപ്പോൾ അവിടേക്കുള്ള ആപ്പാണെന്ന് എല്ലാം സ്റ്റഡി ചെയ്ത് ക്ലയൻറ്റിൽ നിന്ന് എല്ലാ ഡീറ്റെയിൽസ് എടുത്തിട്ട് അതെല്ലാം കഴിഞ്ഞ് നമ്മളൊരു ഫ്ലോ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പാണ് വയർ ഫ്രെയിം സെറ്റ് ചെയ്യുന്ന പറയാം. ഈ വയർ ഫ്രെയിം ഇപ്പം എനിക്ക് കുറേ എൻക്വയറീസ് വന്നതെന്ന് പറയുമ്പം ഓൾറെഡി വർക്കിംഗ് ആയവർ തന്നെയാണ് ഈ മീറ്റ് ഇരിക്കുന്നത്. അവർക്കും ഈ വയർ ഫ്രെയിം എന്താണെന്ന് അറിയുന്നവരുണ്ടെങ്കിലും തംസപ്പ് അടിക്കാതെ ഓഡിയോയിൽ പറയാം അല്ലെങ്കിൽ ചാറ്റിലിടാം. ഓക്കെ, അപ്പം വയർ ഫ്രെയിം എന്താണെന്ന് ഞാൻ പറഞ്ഞത്. വയർ ഫ്രെയിം എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ബിൽഡിങ് മനസ്സിൽ വിചാരിച്ചാൽ മതി. നമ്മളെ ഇപ്പം അതായത് ഒരു മൾട്ടിനാഷണൽ കമ്പനി ആയിക്കോട്ടെ, ഇപ്പം നമ്മുടെ ഇൻഫോ പാർക്കിലെ ലുലുവിൻ്റെ നമ്മുടെ സൈബർ പാർക്ക് ഉണ്ടല്ലോ, ആ ഒരു ബിൽഡിങ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. ആ ബിൽഡിങ് പണിയണമെങ്കിൽ തന്നെ ഫസ്റ്റ് ഇനീഷ്യലി ഒരു ഫ്രെയിം ഉണ്ടാവും. ഇനീഷ്യലി നമ്മൾ എന്താണ് മൊത്തം കെട്ടിപ്പോക്കുമല്ലോ, ഇനീഷ്യലി ഒരു ഫ്രെയിം ഉണ്ടാവും. ആ ഫ്രെയിമാണ് നമ്മളിവിടെ വയർ ഫ്രെയിം ആയിട്ട് കരുതിയാൽ മതി. അതായത് അതിൻ്റെ എക്സാമ്പിൾ ഉണ്ട്. ഇതാണ് ഒരു വയർ ഫ്രെയിം എന്ന് പറയുന്നത്. നമുക്ക് ഒന്നില്ലെങ്കിൽ നമുക്കിത് വരച്ചെടുക്കാം. മീൻസ് നമുക്കൊരു പെട്ടെന്നൊരു ഡിസൈൻ തോട്ടോ അല്ലെങ്കിൽ പെട്ടെന്നൊരു ഐഡിയ വന്നിട്ട് നമ്മളൊരു നോട്ട് പാഡ് ഉണ്ടെങ്കിൽ എപ്പോഴും ഒരു ഡിസൈനർ അല്ലെങ്കിൽ ഒരു ഡെവലപ്പർ ആയിക്കോട്ടെ എല്ലാവരുടെയും കയ്യിൽ ഇപ്പം ഈവൻ ഞാനും ഏത് മീറ്റിങ്ങിൽ പോയാലും ഏത് സ്ഥലത്ത് പോയാലും ഒരു നോട്ട് എപ്പോഴും കീപ്പ് ചെയ്യും. അതായത് ഒരു നോട്ട് അതൊരു ചെറിയ നോട്ടായിക്കോട്ടെ, എപ്പോഴും യൂസ് ചെയ്യുന്ന നോട്ടായിക്കോട്ടെ, എപ്പോഴും ഒരു നോട്ട് എല്ലാവരും കരുതിയിരിക്കുന്നത് വളരെ ബെറ്റർ ആയിരിക്കും. അത് UX മാത്രമല്ല, ബാക്കി എല്ലാ ഗ്രാഫിക് ഡിസൈനിങ് ആയിക്കോട്ടെ, ബാക്കി എല്ലാ മേഖലയിലും എല്ലാവരും ഒരു നോട്ടോ അല്ലെങ്കിൽ എല്ലാവരും ഫോൺ കീപ്പ് ചെയ്യുന്നതായിരിക്കുമല്ലോ. ഫോണിനകത്ത് എന്തായാലും നോട്ട്സ് ഉണ്ടാവും. പിന്നെ ഇപ്പം ഞാൻ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആയിട്ടാണ് ഞാൻ പറയുന്നത്. ഞാനിപ്പോൾ എവിടെ ഒരു ട്രാവൽ ചെയ്താലും എൻ്റെ കയ്യിൽ എൻ്റെ ലാപ്ടോപ്പ്, എൻ്റെ മൊബൈൽ, എൻ്റെ നോട്ട് പാഡ് ഇതെപ്പോഴും ഞാൻ കീപ്പ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. കാരണം നമ്മൾ ഇപ്പം വെബിനാറിൽ ഇരിക്കുന്ന എല്ലാവരും അതായത് ഫ്രീലാൻസ് ചെയ്യുന്നവരായിരിക്കും അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോം ചെയ്യുന്നവരായിരിക്കും. വർക്ക് ഫ്രം ഹോം ചെയ്യുമ്പോഴത്തേക്കും എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, വീട്ടിൽ തന്നെ ഇരുന്നിട്ട് വർക്ക് ചെയ്യാം. അതിനകത്ത് നമുക്ക് യാതൊരു ട്രാവലിങ്ങോ, നമുക്ക് സൈലൻറ്റ് അറ്റ്മോസ്ഫിയർ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. പിന്നെയെന്ന് പറയുന്നത് ഫ്രീലാൻസ് ചെയ്യുന്നവരെല്ലാവരും വീട്ടിൽ തന്നെ ഇരുന്ന് വർക്ക് ചെയ്യണമെന്നൊന്നുമില്ല. എല്ലാവരും ഒന്നില്ലെങ്കിൽ ട്രാവൽ, അല്ലെങ്കിൽ ഇപ്പം ചിലപ്പോൾ എറണാകുളം വന്നിട്ട് നാട്ടിൽ പോയി തിരിച്ചു പോകുമായിരിക്കും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒന്ന് ട്രിപ്പ് പോകാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രാവലിംഗ് ഒക്കെ ആയിരിക്കുമല്ലോ ഈ ഫ്രീലാൻസുകൾ. അപ്പോൾ ഈ ഫ്രീലാൻസുകളിൽ എപ്പോഴും ലാപ്ടോപ്പോ അല്ലെങ്കിൽ എപ്പോഴും ഈ നോട്ട് പാഡോ ഒന്നും കാണണമെന്നില്ല. അപ്പം ഫ്രീലാൻസർ ഒരു ക്ലയൻറ്റ് പെട്ടെന്നൊരു കോള് വരിക. ഈ കോള് വരുന്ന ടൈമിൽ നിങ്ങളുടെ കയ്യിൽ ആകെ ഫോൺ മാത്രമേ ഉള്ളൂ. അപ്പം ഇനിയൊരു റിക്വയർമെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ആ റിക്വയർമെൻറ്റ് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പോലും കയ്യിൽ ഒരു നോട്ട് പാഡോ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ ഇല്ലെങ്കിൽ എന്താ പറ്റണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ആ ടൈമിൽ ഒരു ഫ്രീലാൻസർ ഒരു ക്ലയൻറ്റ് വിളിച്ചു തന്നെ, മീൻസ് എനിക്ക് പറ്റിയിട്ടുള്ളതാണ് ഈ ഫോൾട്ടുകൾ. നമ്മളിപ്പോൾ വിളിക്കുന്ന ടൈമിൽ ചിലപ്പോൾ നോട്ട് ചെയ്യാൻ മറന്നുപോയിരിക്കാം. ഈ നോട്ട് ചെയ്യാൻ മറന്നുപോയ സാധനം നമ്മൾ പിന്നീട് ഓർത്തെടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓർത്തിരിക്കുന്ന സാധനം നമുക്ക് പിന്നീട് ഓർത്ത് വന്നിട്ട് പിന്നീട് ആ ക്ലയൻറ്റിനോട് ചോദിക്കുന്നത് ക്ലയൻറ്റിനോട് ക്ലയൻറ്റിന് ദേഷ്യം വരും. ക്ലയൻറ്റ് പിന്നെ പറഞ്ഞു തരാൻ ഒരു ടെൻഡൻസി കാണില്ല. ചില ക്ലയൻറ്റുകൾ പറഞ്ഞേ തരില്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് നേരത്തെ കേട്ടിരുന്നത്, പിന്നെ നിങ്ങൾ എന്തിനാണ് ശരി എന്നൊക്കെ പറഞ്ഞ് അവർ ഒരു തള്ളുകൂടിയുള്ളൂ. അപ്പം ഇത് ക്ലയൻറ്റുകളായിക്കോട്ടെ, ഇപ്പം നമ്മൾ UX ചെയ്യുന്ന പോലെ പല യൂസേഴ്സ്, പല ടൈപ്പ് ഓഫ് യൂസേഴ്സ് ഉണ്ടാവും. അതിൽ പല ക്ലയൻറ്റുകളുണ്ടാവും. പല ക്ലയൻറ്റ് പല വേ ഓഫ് തോട്ടിൽ ചിന്തിക്കുന്നവരും പല മെൻറ്റാലിറ്റി ഉള്ളവർ. ചിലവർക്ക് ഭയങ്കര ഫ്രണ്ട്ലി മൈൻഡ് ആയിരിക്കും, ചിലവർക്ക് ഭയങ്കര റൂഡായിരിക്കും, പിന്നെ ചിലവർക്ക് ഭയങ്കര എന്താ പറയുക, നമ്മൾ ഭയങ്കര ചെയ്യുന്നത് അവർക്ക് ഭയങ്കര ചെറിയ ഫീലിംഗ്, അതായത് ഇതൊന്നും അത്ര പോരാ, ഇതൊന്നും അത്ര രസമില്ല. മീൻസ് ഇതെല്ലാം എനിക്ക് ഫേസ് ചെയ്ത ഒരാളാണ് ഞാനിപ്പം എനിക്ക് അങ്ങനെ പല ക്ലയൻസുകൾ ഇങ്ങനെയുണ്ട്. പല ഫ്രണ്ട്ലി ആയിട്ടുള്ളവരുണ്ട്, ഭയങ്കര റൂഡായിട്ടവരുള്ളതുണ്ട്. പിന്നെ ഇതുപോലെ ഞാൻ ചെയ്യുന്നത് അവർക്ക് വേറെ ആൾക്കാർ ചെയ്യുന്നതായിരിക്കും അവർക്ക് ബെറ്ററായിട്ട് അവിടെ ഫീൽ വരുന്നത്. പക്ഷേ എന്നാൽ ഞാൻ ചെയ്യുന്ന അവർക്ക് വേണം താനും. ആ ഒരു മീൻസ് ഏത് വേണ്ട എന്ന് ഇത് വേണം എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ കുറേ പേരുകളുണ്ട്. ഫ്രെയിം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇനീഷ്യലി ഒരു സ്ട്രക്ചർ, അതായത് നമ്മൾ ബിൽഡിങ് പണിയുമ്പോഴത്തേക്കും നമ്മൾ പ്ലാന് വരച്ചിട്ടായിരിക്കും അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുള്ളൂ. അതുപോലെ തന്നെയാണ് ഒരു UX-ൽ നമ്മളൊരു ഡിസൈൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇനീഷ്യലി വയർ ഫ്രെയിം നമ്മൾ വരച്ച് അതിൻ്റെ മീൻസ് ഇതായിരിക്കും ഫ്രണ്ട് പേജ്, ഇതായിരിക്കും ആപ്പിൻ്റെ പേജുകൾ വരുന്നത്. ഇതെല്ലാം നമ്മൾ ക്ലയൻറ്റിനെ കാണിച്ചിട്ട് ക്ലയൻറ്റിനെ നമ്മൾ അപ്രൂവ് മേടിച്ചിട്ടായിരിക്കും UX സ്റ്റൈലോട്ട് വരുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പായിരിക്കും നമ്മൾ വിഷ്വൽ ഡിസൈനിലോട്ട് വരുന്നത്. ഇനീഷ്യലി നമുക്കൊരു വയർ ഫ്രെയിം കിട്ടിയിട്ട് ദെൻ ഇത് പോകുന്നത് UI ഡിസൈനേഴ്സ്. പക്ഷേ ഇതെല്ലാം മീറ്റിംഗ് എടുക്കുന്നത് എല്ലാവരും ഒരുമിച്ച്. എല്ലാ കമ്പനിയിലും ചിലപ്പം UI UX ഡിസൈനറായിട്ടായിരിക്കും, അല്ലെങ്കിൽ സ്പ്ലിറ്റ് ആയിരിക്കും. ചിലവർ UI ഡിസൈനർ ആയിരിക്കും, ചിലവർ UX റിസർച്ചർ ആയിരിക്കും. അങ്ങനെ പല
സെഗ്മെൻറ്റിലായിട്ടായിരിക്കും യു ഐ യു എക്സ് നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ ഇപ്പം, അതായത് കോപ്പറേറ്റീവ് ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ കറൻ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ സ്റ്റാർട്ടപ്പിലാണെങ്കിൽ ഒരു യു ഐ യു എക്സ് ഡിസൈനർ പ്ലസ് ഡെവലപ്പർ, അതായത് ഇപ്പം ഞാൻ കറൻ്റ് ഇവിടെ വർക്ക് ചെയ്യുന്നത് യു ഐ യു എക്സും പ്ലസ് വെബ്, അതായത് ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റ് പ്ലസ് ബാക്ക് എൻഡ് ഡെവലപ്പിംഗ് ഞാൻ ഇവിടെ ചെയ്യുന്നത്, ഫുൾ വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ്. അപ്പം ഇതിനകത്ത് എന്താ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ, അതായത് ഒരു ബട്ട് അത് എഫേർട്ട് ഉണ്ടാവും, കാരണം ഡബിൾ എഫേർട്ടാണ്. കാരണം ഒരു യു ഐ എക്സ് ചെയ്യുന്നു എന്നിട്ട് ഒരു വെബ് ഡെവലപ്മെൻറ്റ് ചെയ്യുന്നു. പക്ഷേ അവിടെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എക്സ്പ്ലനേഷൻ വേറെ സൈഡിൽ നിന്ന് കിട്ടേണ്ട കാര്യമില്ല. കാരണം ഞാൻ തന്നെ ഡയറക്റ്റ് ക്ലയൻറ്റിൻ്റെ അടുത്ത് സംസാരിക്കുന്നു, ഡയറക്റ്റ് ഡിസൈൻ ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ഡയറക്റ്റ് ഈ ഡിസൈനിൽ നേരെ വെബ്സൈറ്റിലോട്ട് വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്പിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇതിൽ എനിക്ക് ഇൻ്റർമീഡിയറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ നമ്മളാകുമ്പോഴത്തേക്ക് നമുക്ക് കമ്പനിയുടെ മാനേജർ ഉണ്ടാവും, ഒരു ടീം ലീഡ് ഉണ്ടാവും. ആ ടീം ലീഡ് കഴിഞ്ഞിട്ട് നമുക്ക് ഡിസൈൻ ഡെവലപ്മെൻറ്റ് സെഗ്മെൻറ്റിലോട്ട് വരുമ്പോഴത്തേക്കും എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ഞാൻ സ്റ്റാർട്ടപ്പിൻ്റെ കാര്യമായിട്ട് പറയുന്നത്. സ്റ്റാർട്ടപ്പിനകത്ത് ഇപ്പം ഞാൻ തന്നെ ആയിരിക്കും ഡിസൈനും ഡെവലപ്മെൻറ്റും ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം എനിക്ക് വേറൊരാളോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. എനിക്ക് ഞാൻ തന്നെ ഡിസൈൻ, ഞാൻ തന്നെ റെഫറൻസ് എടുത്ത് ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത് ഞാൻ തന്നെ ക്ലയൻറ്റിനെ സബ്മിറ്റ് ചെയ്ത് ക്ലയൻറ്റ് ഓക്കെ പറഞ്ഞു ഞാൻ തന്നെ ഡെവലപ്മെൻറ്റ് ചെയ്യുന്നു. അവിടെ ടൈം കൂടുതലായിരിക്കും, പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും അറിയാം ടൈം കുറയ്ക്കാൻ വേണ്ടിയിട്ട് പല AIs ഇറങ്ങിയിട്ടുണ്ട്. ഡെവലപ്മെൻറ്റിലും യു ഐ ഡിസൈനിങ്ങിനും UX ഡിസൈനിങ്ങിലും പല AIs, അതായത് AIസിൻ്റെ അയ്യരികളിൽ എന്ന് പറയാൻ വേണമെങ്കിൽ. AI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരലല്ല, നമുക്ക് എന്ത് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് AIs ഉണ്ട്. അത് ഇപ്പം ഒരു UI ഒരു വയർ ഫ്രെയിം സെറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ AI ഉണ്ട്. റെലൂം AI, അത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നൊരു AI ആണ്. റെലൂം.ai എന്ന് പറയുന്ന ഒരു സൈറ്റ് ഞാൻ എപ്പോഴും, അതായത് എന്ത് ഡിസൈൻ ആയിക്കോട്ടെ എന്ത് വർക്ക് ആയിക്കോട്ടെ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നൊരു സാധനമാണ്. AI ഉണ്ടെങ്കിൽ ഇപ്പം പകുതി, അതായത് ഒരു പകുതി എഫേർട്ടും AI കൊണ്ട് നമുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട്, പകുതി പോട്ടെ ഒരു 80% AI കൊണ്ട് നമ്മൾ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ബാക്കി ഒരു 20% നമ്മൾ ഇട്ടാൽ മതി. അതായത് പിന്നെ പലരുടെയും വിചാരം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു AI വെച്ചിട്ട് ഒരു ആളുടെ ജോലി പോവോ അല്ലെങ്കിൽ ഒരു ജോലി റിപ്ലേസ് ആവോ എന്ന് കുറേ ആൾക്കാരെ ചിന്തയുണ്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AI ഇപ്പം കറണ്ട് കമ്പനി സ്ട്രാറ്റജീസ് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു AI അറിയുന്ന ഒരു എംപ്ലോയീസിനെ അല്ലെങ്കിൽ ഒരു കാൻഡിഡേറ്റിനെ ഉറപ്പായിട്ട് അവരെടുക്കും. കാരണം അവർക്ക് മീൻസ് കമ്പനി എന്താ നോക്കുന്നത്, അവർക്ക് വർക്ക് വരുന്നു, വർക്ക് കറക്റ്റ് ടൈമിൽ അസൈൻ ചെയ്ത് ഫിനിഷായി പോകണം, അത് മാത്രമേ അവർ നോക്കുള്ളൂ. അതിപ്പോൾ അവർ എന്ത് AI യൂസ് ചെയ്യിക്കോട്ടെ എന്ത് ചെയ്താലും അവർക്ക് കമ്പനിക്ക് വർക്ക് സബ്മിറ്റ് ചെയ്തിട്ട് ക്ലയൻറ്റ് ഓക്കെ ആയിരിക്കണം. അതുകൊണ്ടാണ് ഇപ്പം എല്ലാ കമ്പനീസും AI വെച്ച് അറിയാവുന്നവരെ കൂടുതലും എടുക്കുന്നത്. കാരണം AI വെച്ചിട്ട് വയർ ഫ്രെയിം, അത് ഇപ്പം കറൻ്റ് ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. പ്രോംപ്റ്റ് എഞ്ചിനീയർ എന്നും പറഞ്ഞ്. പ്രോംപ്റ്റ് എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ ഫുള്ള് പ്രോംപ്റ്റുകളുടെ മീൻസ് ഇങ്ങനെ നമ്മൾ പ്രോംപ്റ്റുകൾ എന്ത് വേണം അത് കറക്റ്റ് ടൈപ്പ് ചെയ്ത് കറക്റ്റ് ഇനീഷ്യേറ്റീവ് ചെയ്തിട്ട് ഒരു പ്രോംപ്റ്റ് എഞ്ചിനീയർ എന്താണോ കൊടുക്കുന്നത് അത് കറക്റ്റ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. അങ്ങനെ കുറേ AI ബേസ്ഡ് ആയിട്ട് കുറേ ജോബ് ഓപ്പർച്യൂണിറ്റി കുറേ വന്നിട്ടുണ്ട്. ഈ UI UXലും വന്നിട്ടുണ്ട്, പിന്നെ AI ഇൻ്റഗ്രേറ്റഡ് പ്ലസ് UX വന്നിട്ടുണ്ട്. അങ്ങനെ കുറേ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് ഈ കറൻ്റ് AI വന്നത്. പിന്നെ നെക്സ്റ്റ് സ്ലൈഡ് എന്ന് പറയുന്നത് നമുക്കൊരു UI ഡിസൈനിൻ്റെ സ്റ്റേജസ് ആണ്. ഇതിപ്പം ഞാനിപ്പോൾ ചെറിയ രീതിയിൽ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ, ഇതിൽ കൂടുതൽ ഡീപ്പായിട്ട് കുറേ പറയാനുണ്ട്. ഈ ഒരു വെബിനാർ ഞാൻ ഉദ്ദേശിക്കുന്നത്, അതായത് ഞാനായിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സെക്ഷൻ വൈസ് ആയിരിക്കും ഞാൻ കണ്ടക്ട് ചെയ്യുന്നത്. ലൈക്ക് ഒരു ചിലപ്പോൾ സെക്ഷൻസ് കൂടി, ഇപ്പം രണ്ടാമത്തെ സെക്ഷൻ ഇപ്പം എന്തോരം കണ്ടിന്യൂ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എന്തോരം വെച്ചാൽ ഫിനിഷ് ചെയ്യാൻ പറ്റും എന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ കുറേ പോയെന്നിരിക്കാം, അപ്പം ചിലപ്പോൾ കുറഞ്ഞൊന്നും ഇരിക്കാം. അപ്പം ഞാനിത് ഓരോ സെക്ഷൻ വൈസായിട്ട്, ക്ലാസ് അല്ല ഒരിക്കലും ഇതൊരു ക്ലാസ്സായിട്ട് ആരും ഇവിടെ നിന്ന് എടുക്കണ്ട. കാരണം ചിലപ്പോൾ എനിക്കറിയാത്തത് നിങ്ങൾക്ക് അറിയാമെന്നില്ല. കാരണം ഇപ്പം കഴിഞ്ഞ ക്ലാസ് സെക്ഷനിൽ എന്നോട് 2-3 പേര് ചോദിച്ചു നമുക്ക് അതായത് ഓട്ടോ ലേഔട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലഗിൻ ഉണ്ടോയെന്ന്. ഇത് ഞാൻ യൂസ് ചെയ്യാത്തതുകൊണ്ട് എനിക്കത് അറിയില്ല. അപ്പം ഞാൻ അവിടെ നമ്മൾ ഓൾറെഡി നമ്മുടെ ഫിഗ്മയിൽ അല്ലെങ്കിൽ അഡോബ് XDയിൽ നമുക്ക് ഓട്ടോ ലേഔട്ടിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നമ്മളതെല്ലായിരിക്കും യൂസ് ചെയ്യുന്നത്. പ്ലഗിൻ യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പം ആ ഒരു ചോദിച്ച നീരജ് എന്നായിരുന്നു പേര്, അത് സ്റ്റുഡൻ്റ് ആയിരുന്നു. ആ സ്റ്റുഡൻറ്റ് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ അപ്പം തന്നെ റിസർച്ച് ചെയ്തിട്ട് ഇതെന്താണ് സംഭവം എന്ന് ചെക്ക് ചെയ്യുകയും ചെയ്തു. അപ്പം എന്താണ് അവിടെ
മീൻസ് നമുക്കൊരു അതായത് പെട്ടെന്നൊരു തന്നെ ചെയ്യുന്ന പെട്ടെന്ന് എയിലോട്ട് വരുമ്പോഴത്തേക്ക് എളുപ്പം അറിയാമല്ലോ നിങ്ങൾക്ക്. പ്ലഗിൻസ് കൊണ്ട് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടി സിമ്പിളായിരിക്കും, കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പിന്നെ ഈ സ്ലൈഡിൽ വരാം. ഇതിനകത്തോട്ട് നമുക്ക് UI ഡിസൈൻ സ്റ്റേജസ് എന്ന് പറയുന്നത് കുറേ സ്റ്റേജസ് ഉണ്ട്. ഇതിനകത്ത് കളേഴ്സ് വരാം, ടൈപ്പോഗ്രഫി വരാം, പിന്നെ ഐക്കൺസ് വരാം, പിന്നെ വിഷ്വൽ സ്റ്റൈൽസ് വരാം, പിന്നെ ഇമേജസ് വരാം, പിന്നെ മൈക്രോ ഇൻട്രാക്ഷൻസ് വരാം. പിന്നെ ഇപ്പോൾ നമ്മൾ ക്ലയൻറ്റിന് നമ്മൾ ഒരു വെബ്സൈറ്റ്, അതായത് ഒരു ആപ്പിൻ്റെ അല്ലെങ്കിൽ വെബ്സൈറ്റിൻ്റെ നമ്മൾ ഡിസൈൻസ് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ഒരിക്കലും സ്റ്റാറ്റിക് ആയിട്ടുള്ള ഡിസൈൻസ് ഒരിക്കലും ഷെയർ ചെയ്യരുത്. വിത്ത് അതും കഴിഞ്ഞിട്ട് നമുക്ക് പ്രോട്ടോടൈപ്പിംഗ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഈ പ്രോട്ടോടൈപ്പിംഗ് കൊടുത്തിട്ട് നമ്മൾ ക്ലയൻറ്റിന് ഷെയർ ചെയ്യുമ്പോഴത്തേക്കും ഇനീഷ്യലി ഒരു ക്ലയൻറ്റ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അവിടെ PDF അല്ലെങ്കിൽ ഒരു ലൈക്ക് പ്രസൻറ്റേഷൻ പോലെ കൊടുക്കുന്നതിൽ ബെറ്റർ ഒരു പ്രോട്ടോടൈപ്പിംഗ് വിത്ത് കൊടുക്കുമ്പോൾ അവിടെ ഒരു വെബ്സൈറ്റിൽ യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇൻ ഹാൻഡ് ഒരു ഡിസൈൻ വിത്ത് പ്രോട്ടോടൈപ്പ് നമുക്ക് കൊടുക്കാൻ പറ്റും. അതിനകത്ത് നമുക്ക് മൈക്രോ ഇൻട്രാക്ഷൻസ് മസ്റ്റാണ്. കാരണം ഒരു മൈക്രോ ഇൻട്രാക്ഷൻ ഇല്ലാതെ ഒരു വെബ്സൈറ്റോ അല്ലെങ്കിൽ ഒരു ആപ്പോ ഇല്ലെങ്കിൽ അവിടെ ഒരു യൂസറിനോ അല്ലെങ്കിൽ ഒരാൾക്കോ അവിടെ സ്റ്റേ ആയിട്ട് നിൽക്കാൻ പറ്റില്ല. കാരണം എൻ്റെ മൈൻഡിൽ എൻ്റെ POയിൽ വരുന്നത് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ഇൻട്രാക്ഷൻസ് വേണം. ചിലപ്പം നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ടെക്സ്റ്റുകൾ ലെഫ്റ്റ് സൈഡിലോട്ട് പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇമേജസ് നമ്മൾ ഫ്രണ്ടിലോട്ട്, അല്ലെങ്കിൽ നമ്മുടെ മൗസ് നമ്മൾ ഹോവർ ചെയ്യുന്ന സമയത്ത് കുറേ ഇമേജസ് ഫ്ലോട്ട് ആവുന്നത്, ലൈക്ക് എനിക്ക് അങ്ങനത്തെയൊക്കെ ഇൻട്രാക്ഷൻസ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഞാൻ കൂടുതലും ചിലപ്പോൾ അങ്ങനത്തെ ഇൻട്രാക്ഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ചെറിയ നമ്മൾ കണ്ണിൽ തട്ടുന്ന കുറേ മൈക്രോ ഇൻട്രാക്ഷൻസ് ഉണ്ടല്ലോ, അതെല്ലാം നമ്മൾ ഫോക്കസ് ചെയ്ത് ഡിസൈൻ ചെയ്യുമ്പോൾ നല്ല പ്രോട്ടോടൈപ്പ് കൊടുക്കുമ്പോഴത്തേക്കും വളരെ ബെറ്റർ ആയിരിക്കും. പിന്നെ പ്രോട്ടോടൈപ്പിംഗ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ലോഗിൻ സ്ക്രീൻ ഉണ്ട്, ഫസ്റ്റ് സ്റ്റാർട്ടപ്പ് സ്ക്രീനാണ്. സ്റ്റാർട്ടപ്പ് സ്ക്രീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വിഗ്ഗി എടുക്കുമ്പോൾ ഒരു ആനിമേഷൻ വരുമല്ലോ. ഫസ്റ്റ് ഇനീഷ്യലി സ്വിഗ്ഗിയുടെ ലോഗോ ഒരു ആനിമേറ്റ് ചെയ്ത് വരുന്നത്, അതാണ് സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത്. ആ സ്റ്റാർട്ടപ്പ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലോഗിൻ സ്ക്രീൻ ആയിരിക്കും. ആ ലോഗിൻ സ്ക്രീൻ കഴിഞ്ഞിട്ട് ഒരു ഹോം പേജ്. ഈ ഒരു 3 സ്റ്റെപ്പ് കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോടൈപ്പിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇനീഷ്യലി ഒരു യൂസർ വന്നിട്ട് ഫസ്റ്റ് സ്റ്റാർട്ടപ്പിലോട്ട് ഇറങ്ങുക. സ്റ്റാർട്ടപ്പ് കഴിഞ്ഞിട്ട് വരുന്നത് ലോഗിൻ പേജ് ആയിരിക്കും. ആ ലോഗിൻ പേജ് ആയിക്കോട്ടെ, രജിസ്റ്റർ ആയിക്കോട്ടെ, ആ ലോഗിൻ പേജിൽ നിന്ന് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജിലോട്ടാണ് പോകുന്നത്. അപ്പം ഇത് തമ്മിൽ ഇൻ്റർകണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രോട്ടോടൈപ്പിംഗ് യൂസ് ചെയ്യുന്നത്. ഈ പ്രോട്ടോടൈപ്പിംഗ് അതിനകത്ത് നമ്മൾ ടൂൾസായിട്ട് നമ്മൾ മെയിനായിട്ട് എല്ലാവരും ഈ വെബിനാറിൽ ഇരിക്കുന്നത് എല്ലാവരും ഫിഗ്മ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. കാരണം ഫിഗ്മ കുറച്ചും കൂടി കോമ്പാക്റ്റബിൾ ആണ്, കുറച്ചും കൂടി ഇൻ്റർഫേസ് നമുക്ക് കുറച്ച് അണ്ടർസ്റ്റാൻഡബിൾ ആണ്. പക്ഷേ അഡോബി എക്സ് നേരെ തിരിച്ചാണ്. നമുക്ക് അതിനകത്ത് കുറച്ചും കൂടി ഭയങ്കര ക്യൂരിയസ് ഫീൽ ചെയ്യുന്ന ഒരു ലേ ഔട്ടാണ് അഡോബി XDയുടെ ഫീല്. കാരണം ഞാൻ ഇനീഷ്യലി പഠിച്ചത് അഡോബി XDയിലാണ് പഠിച്ചത്. പിന്നെ ഫിഗ്മയിലോട്ട് സ്വിച്ച് ചെയ്തപ്പോഴത്തേക്കും ഫിഗ്മേന് കുറച്ചുകൂടി എളുപ്പമായി. കാരണം ഫിഗ്മയിൽ നമുക്ക് പെട്ടെന്നൊരു സാധനം കണ്ടുപിടിക്കാനോ യാതൊരു ബുദ്ധിമുട്ടില്ല. എല്ലാം നമ്മുടെ ഫ്രണ്ടിൽ തന്നെ കൊണ്ട് വെച്ചിട്ടുണ്ട്, നമുക്കത് ഇംപ്ലിമെൻ്റ് ചെയ്താൽ മാത്രം മതി. പക്ഷേ അഡോബി XDയിൽ അതായത് ചിലതൊക്കെ അവിടെയും ഇവിടെയും ഇങ്ങനെ കുഴഞ്ഞ്, പക്ഷേ അത് യൂസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോട്ടോഷോപ്പ്, അതായത് അഡോബിയുടെ അറ്റ്മോസ്ഫിയർ മൊത്തത്തിൽ കണക്ട് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ടാണ് ഈ ചിലവർ XD യൂസ് ചെയ്യുന്നത്. നമുക്ക് മൊത്തത്തിൽ ഈ ക്ലൗഡായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എല്ലാം ആക്സസ് അവിടെ കിട്ടും, അഡോബിൻ്റെ എല്ലാ ആക്സസ് അവിടെ കിട്ടും. പിന്നെ ഈ സ്കെച്ച് എന്ന് പറയുന്നത് ചിലവർ കേട്ടിട്ടുണ്ടാവില്ല, ചിലവർ കേട്ടിട്ടുണ്ടാവും. ഈ വെബിനാറിൽ ആരെങ്കിലും സ്കെച്ച് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഐഫയോ എന്തെങ്കിലുമൊക്കെ അടിക്കാമോ? കാരണം ഇത് ചിലവർ കേട്ടെന്ന് വരില്ല. ഇത് ഞാൻ കേൾക്കുന്നത് പഠിച്ച സമയത്ത് തന്നെ കേട്ടിട്ടുണ്ട്. ആരെങ്കിലും ഉണ്ടോ ഈ സ്കെച്ച്? ആർക്കും അറിയില്ല. അപ്പം ഈ സ്കെച്ച് എന്ന് പറയുന്നത് ലൈക്ക് ഫിഗ്മ ആൻഡ് അഡോബി XD പോലത്തെ ഒരു സോഫ്റ്റ്വെയർ തന്നെയാണ്. ഇത് പക്ഷേ ഇതിൽ നമുക്ക് ഏറ്റവും ഡിഫോൾട്ടായിട്ട് പറ്റുന്നതായിരുന്നു പറഞ്ഞാൽ ഈ സ്കെച്ച് നമുക്ക് മാക്കിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ അത് വിൻഡോസിലാക്കിയോന്ന് എനിക്കറിയില്ല. ഞാൻ ഇപ്പോൾ 2 കൊല്ലം മുന്നേ ഞാൻ നോക്കിയപ്പോഴത്തേക്കും സ്കെച്ച് നമുക്ക് മാക്കിൽ മാത്രമേ പറ്റുള്ളായിരുന്നു. ഇപ്പോൾ അത് വിൻഡോസിലാക്കിയൊന്നും നോക്കിയിട്ടില്ല ഞാൻ. ഇനീഷ്യലി നമ്മൾ ഫിഗ്മ അഡോബി XD ആണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്കെച്ചിലോട്ട് നമ്മൾ പോകില്ല. കാരണം സ്കെച്ച് കുറച്ചും കൂടി കുറേ അതായത് ഇംപ്ലിമെൻറ്റേഷൻ ഇത് കുറേ വന്നിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിരിക്കുന്നത്. അറിയില്ല, എനിക്ക് കൃത്യമായിട്ട് ഞാൻ അത് യൂസ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് അറിയില്ല. നിങ്ങൾക്ക് ഇപ്പം ഈ വെബിനാറിൽ ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓഡിയോ ഓപ്പൺ ചെയ്തിട്ട് പറയാവുന്നതാണ്.
ഞാൻ പറഞ്ഞില്ല ഫുള്ള് ഒരു ഫ്രീഡം ഉണ്ട് നിങ്ങൾക്ക് സംസാരിക്കാനായിട്ട്. ഇപ്പം ഇടയ്ക്കുന്ന എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കണം ചോദിക്കാം. ഇപ്പം ലൈക്ക് ഞാനിപ്പോൾ ഇങ്ങനെ വെറുതെ സംസാരിച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ. നമുക്ക് ഇൻട്രാക്റ്റീവ് സെക്ഷനായിട്ടാണ് നമുക്ക് കൂടുതലും, ഞാൻ പറഞ്ഞല്ലോ എനിക്കതാണ് കുറച്ചും കൂടി ഇഷ്ടം. കാരണം ഇപ്പം നിങ്ങളുടെ തോട്ട്സ് ഷെയർ ചെയ്യാം, എൻ്റെ തോട്ട്സ് ഇപ്പം എൻ്റെ തോട്ട്സ് ആണല്ലോ ഞാൻ അങ്ങോട്ട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ തോട്ട്സ് ഇങ്ങോട്ട് ഷെയർ ചെയ്യാം. അപ്പം എനിക്ക് നോളജ് ഇല്ലാത്ത കാര്യമാണെങ്കിൽ അത് എനിക്ക് ഓക്കെ ആയിരിക്കും. ചിലപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇപ്പം ഈ വെബിനാർ ഇരിക്കുന്നത് ഈ സ്കെച്ച് ആരും യൂസ് ചെയ്തിട്ടില്ലെന്ന് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഇത് സ്കെച്ച് നിങ്ങൾക്കൊരു പുതിയ അറിവായിരിക്കുമല്ലോ. അങ്ങനെ ഇപ്പോൾ UX പല അറിവുകളും നിങ്ങളുടെ സൈഡിൽ നിന്ന് എനിക്ക് കിട്ടും, ഡിസൈൻ സൈഡിൽ നിന്ന് എനിക്ക് കിട്ടാം, എൻ്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്കും കിട്ടാം. അങ്ങനെ ഇൻട്രാക്റ്റീവ് സെക്ഷനായിട്ടാണ് കുറച്ചും കൂടി ബെറ്റർ. കാരണം എൻ്റർടൈൻ ആയിട്ട് നമുക്ക് പറയാമല്ലോ. കാരണം ഇപ്പം ലൈക്ക് നിങ്ങളുടെ ഒരു ഫ്രണ്ടായിട്ട് തന്നെ എന്നെ കരുതിയാൽ മതി, അത് വലിയൊരു ആളായിട്ടൊന്നും എന്നെ കരുതണ്ട. ഞാനൊരു ലൈക്ക് നിങ്ങളൊരു ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു നെയ്ബർഹുഡാണെന്ന് വിചാരിക്കട്ടെ, അങ്ങനെ വിചാരിച്ചാൽ മാത്രം മതി. ഞാനൊരു വലിയ വ്യക്തിയാണെന്ന് ആരും വിചാരിക്കണ്ട. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഫൈനൽ സ്റ്റേജിങ്സ് ഉണ്ട്. യൂസബിലിറ്റി ടെസ്റ്റിംഗ് എന്നൊക്കെ പറയാം. യൂസബിലിറ്റി ടെസ്റ്റിംഗ് ഉണ്ട്. അതിനകത്ത് നമുക്ക് റിയൽ യൂസേഴ്സിന് നമ്മൾ ഈ ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ വെബ്സൈറ്റോ, അതായത് നമ്മുടെ സോഫ്റ്റ്വെയർ കമ്പനീസിൽ ടെസ്റ്റേഴ്സിനെ അറിയാമല്ലോ, ഈ ടെസ്റ്റേഴ്സും ഡെവലപ്പേഴ്സും തമ്മിൽ എപ്പോഴും അടിയായിരിക്കും. കാരണം ഈ ടെസ്റ്റേഴ്സ് എപ്പോഴും ഓരോ ബഗ്ഗുകൾ കൊണ്ടുവരും. അതായത് ലിങ്ക് അവിടെ നിന്ന് പോകുന്നില്ല, ലിങ്ക് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ പോകുന്നില്ല, മറ്റേത് ലോഡാവുന്നില്ല, ഈ ഫോണ്ട് വരുന്നില്ല, അങ്ങനെ കുറേ ഇഷ്യൂസ് ടെസ്റ്റേഴ്സ് വന്ന് ആ ബഗ്ഗുണ്ട് ഈ ബഗ്ഗുണ്ട് എല്ലാം പറയും. അപ്പോൾ ടെസ്റ്റേഴ്സും ഡെവലപ്പേഴ്സും തമ്മിൽ എപ്പോഴും ഒരു മറ്റേ റൈവലറി എന്നൊക്കെ പറയുമല്ലോ, അതുപോലെ ഒരു കീരിമം എന്ന് പറയാം, അതുപോലെ ഒരു ആൾക്കാരെ ടെസ്റ്ററും ഡെവലപ്പറും എന്ന് പറയുന്നത്. അതിനകത്ത് യൂസബിലിറ്റി ടെസ്റ്റിംഗ് എന്ന് പറയുമ്പം നമ്മൾ റിയൽ യൂസേഴ്സിന് നമ്മൾ കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു ആപ്പ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് ഡെപ്ലോയ് ചെയ്യുമ്പോൾ അവിടെ നമുക്കൊരു 11 നമ്പർ ഓഫ് മെയിൽ IDs കൊടുക്കുമ്പോൾ ആ മെയിൽസിന് മാത്രമേ നമുക്ക് ആ ആപ്പിൻ്റെ ആക്സസ് കിട്ടുള്ളൂ. അപ്പോൾ അത് നമുക്ക് യൂസേഴ്സിന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത്. ദെൻ അതൊരു 7 to 11 days ആണെന്ന് തോന്നുന്നു. അപ്പം ആ ഒരു ഡേയ്സിനുള്ളിൽ നമ്മളൊരു ചിലപ്പം ആ യൂസറിന് നമ്മൾ ഫണ്ട് കൊടുത്തിട്ടോ അല്ലെങ്കിൽ നമ്മൾ പൈസ കൊടുത്തിട്ടോ നമ്മൾ ഏർപ്പാട് ചെയ്യുന്നതായിരിക്കും. അപ്പം ആ യൂസറിനോട് പറയുന്നത് ഈ ഒരു ആപ്പ് നിങ്ങൾ യൂസ് ചെയ്യാൻ നോക്കാം. യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്തൊക്കെ ഇഷ്യൂസ് അവിടെ വരുന്നു, എന്തൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നു, അല്ല കൺഫ്യൂസ്ഡ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തായാലും വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്പ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസോ അല്ലെങ്കിൽ സജഷൻസോ എന്തെങ്കിലും നിങ്ങളുടെ സൈഡിൽ നിന്നുണ്ടെങ്കിൽ, ഇപ്പം ഈ 11 പേരും 11 ഒരേ മൈൻഡ് സെറ്റ് ആയിരിക്കില്ല. 11 പേർക്കും 11 മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരായിരിക്കും, 11 വേ ഓഫ് തിങ്കിങ് ആയിരിക്കും, അവർക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഇപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ കാര്യം പറഞ്ഞു. ഇൻസ്റ്റാഗ്രാം ഒരിടയ്ക്ക് UI ചേഞ്ച് ചെയ്ത സമയത്ത് ട്വിറ്ററിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഡിസൈനേഴ്സിനെ ചീത്ത വിളിയായിരുന്നു. അതായത് എന്തിനു മാറ്റി നിങ്ങൾ, കാരണം പെട്ടെന്നൊരു ലേഔട്ട്, അതായത് ലേഔട്ട് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യങ്ങളാട്ടോ, ആ ചെറിയ മൈക്രോ സാധനം പോലും ചേഞ്ച് ചെയ്ത സമയത്ത് പോലും ഗ്ലോബലി അത് അഫക്റ്റായി. കാരണം ഫസ്റ്റ് ഇനീഷ്യലി മറ്റേ നമ്മുടെ റീൽസ് താഴെ നടക്കായിരുന്നു. നമ്മൾ എപ്പോഴും ഒരു ഫോൺ എടുത്തിട്ട് പെട്ടെന്ന് റീലാണല്ലോ ആദ്യമേ കാണുന്നത്, റീൽ അല്ലെങ്കിൽ സ്റ്റോറി. പെട്ടെന്ന് റീൽ എടുക്കുമ്പോൾ റീൽ നമ്മുടെ തമ്പ് എവിടെയാണോ അവിടെയല്ലേ വരുള്ളൂ, അവിടെ നോക്കുന്നു റീൽ വരുന്നു. പെട്ടെന്നൊരു പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് റീൽ മാറിയിട്ട് അവിടെ പോസ്റ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് നിൽക്കുമ്പോഴത്തേക്ക് ആ യൂസറിൻ്റെ തോട്ടിൽ ഇത് ചേഞ്ച് ചെയ്യാൻ ആരും അറിയാൻ പോണില്ല. അപ്പോൾ പെട്ടെന്നൊരു പ്ലസ് ഐക്കൺ വന്നിട്ട് അവിടെ പോസ്റ്റ് ചെയ്യാൻ അതിൻ്റെ ഓപ്ഷൻ വന്നേക്കുന്നത്. അപ്പോൾ എന്താ അവിടെ ഇഷ്യൂ വരുമല്ലേ, കാരണം അപ്പോഴത്തേക്കും അയ്യോ ഇത് റീൽസ് അവിടെ പോയി, അപ്പോൾ റീൽസ് എവിടെ നിന്നാണ് കാണുക, അപ്പം ഒരു തോട്ട് വരുമല്ലോ. എന്നിട്ട് ആ റീൽസ് എടുത്ത് ടോപ്പ് റൈറ്റിൽ ആക്കിയിട്ട് നമ്മുടെ തമ്പിൽ വരുന്ന കാര്യങ്ങളെല്ലാം ടോപ്പിലോട്ട് പോയി. അപ്പം ആ ടൈമിലായിരുന്നു ഇഷ്യൂ വന്നത്. ട്വിറ്ററിലൊക്കെ പല ആൾക്കാരും ട്വീറ്റ് ഇടാൻ തുടങ്ങി, ഇത് നിങ്ങൾ എന്തിനു മാറ്റി, നിങ്ങൾ എന്തുകൊണ്ട് ഇത് ചേഞ്ച് ചെയ്തു, ഇത് വളരെ മോശമായി പോയി, അങ്ങനെ കുറേ ഇൻസ്റ്റാഗ്രാമിൽ ചീത്ത വിളിക്കുന്നതും അങ്ങനെ പല രീതിയിലുള്ള ട്വീറ്റുകളുണ്ടായിരുന്നു. ദെൻ ലാസ്റ്റായിട്ട് മാറ്റിയതെന്ന് പറയുമ്പോഴത്തേക്കും മെസ്സേജസ് താഴേക്ക്. അതും എന്തുകൊണ്ടാണ് കൊണ്ടുവന്നതെന്ന് മീൻസ് ചിലപ്പം യൂസർ എക്സ്പീരിയൻസ് കൂട്ടാനും, അത് സോഷ്യൽ ആക്ടിവിറ്റീസ് ഇപ്പോഴും എല്ലാവരും സോഷ്യൽ മീഡിയയിലാണല്ലോ. സോഷ്യൽ മീഡിയയിലാകുമ്പോഴത്തേക്കും ഇൻഫ്ലുവൻസേഴ്സ് എപ്പോഴും നോക്കുന്നത് DMs ആയിരിക്കും. DMs ചിലപ്പോൾ അവർക്ക് പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയായിരിക്കും മെസ്സേജ് എല്ലാം താഴെ കൊണ്ടുവന്നത്. നമ്മുടെ പോസ്റ്റ് ചെയ്യാനോ നമ്മുടെ ടോപ്പിലെ ലെഫ്റ്റ് സൈഡിലായിരിക്കും വന്നേക്കുന്നത്. പിന്നെ റൈറ്റ് സൈഡിൽ നമ്മുടെ ഫേവറേറ്റ്സ്, അതായത് ഫോളോവേഴ്സോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ
ഈ മെസ്സേജ് ചിലപ്പോൾ കൊണ്ടുവന്നത് അവർക്ക് വേണ്ടിയിട്ടായിരിക്കും കൂടുതൽ. കാരണം ഇപ്പം എല്ലാവരും യൂട്യൂബും എല്ലാവരും ഇൻസ്റ്റാഗ്രാമാണല്ലോ, എല്ലാവരും ഫോൺ എടുക്കുന്നു, വെറുതെ വ്ളോഗ് ചെയ്യുന്നു, അങ്ങനെ റീച്ച് കിട്ടുന്നു, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാമല്ലോ നമുക്ക് സോഷ്യൽ മീഡിയ വഴി. അടുത്തതെന്ന് പറയുന്നത് ഗുഡ് ഡിസൈനും ബാഡ് ഡിസൈനും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഗുഡ് ഡിസൈൻ എന്ന് പറയുന്നത്, അതായത് ഇതിൽ ഒരു ഫോർമുല ഉണ്ട്. ഫോർമുല എന്ന് പറയുന്നത് ഒരു UX ഡിസൈൻ ഈസ് ഈക്വൽ ടു ഒരു ഗുഡ് ഡിസൈൻ എന്ന് പറയും. UX ഞാൻ നേരത്തെ പറഞ്ഞ യൂസർ എക്സ്പീരിയൻസ് വെച്ചിട്ട്, ഇപ്പം ഗൂഗിൾ തന്നെ ആയിക്കോട്ടെ, ഗൂഗിളിൻ്റെ ഒരു ഇൻ്റർഫേസ്, ഇതെല്ലാം ഞാൻ സിമ്പിൾ എക്സാമ്പിൾസ് ആട്ടോ. ഇത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന ആയതുകൊണ്ടാണ് ഞാൻ എപ്പോഴും സിമ്പിൾ സാധനം വെച്ചത് തന്നെ. നമ്മളൊരു ഗൂഗിളിനകത്ത്, നമ്മളൊരു ക്രോമിനകത്ത് കയറുമ്പോൾ ഇനീഷ്യലി എന്താ കാണുന്നത്? ഗൂഗിളിൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ വെബ് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. വെബ് സെർച്ച് ചെയ്യാനും പിന്നെ നമ്മുടെ ഇമേജ് സെർച്ചിന് വേണ്ടി നമ്മൾ ഇമേജ് അപ്ലോഡ് ചെയ്യുന്നു, ലെങ്സ് വെച്ചിട്ട് ഇമേജ് അപ്ലോഡ് ചെയ്യുന്നു, പെട്ടെന്ന് സാധനം സെർച്ച് ചെയ്ത് കിട്ടുന്നു. അവിടെ ഗുഡ് ഡിസൈനായി. ഗുഡ് ഡിസൈൻ കാരണം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനീഷ്യലി ഒരു സ്റ്റെപ്പ് ഒന്നും പോകണ്ട. കാരണം നമ്മൾ സെർച്ച് ചെയ്യുന്നു, വേറെ ടാബിൽ പോകുന്നു, അവിടെ നിന്ന് വരുന്നു, ഡയറക്റ്റ് നമ്മൾ ഗൂഗിൾ ക്രോം എടുക്കുന്നു, സെർച്ചിൻ്റെ ഓപ്ഷൻ വരും അവിടെ. ഓക്കെ, എന്ത് വേണം, നമുക്ക് എന്താണ് നീഡ് വരുന്നത് ആ സെർച്ച് ചെയ്യുന്നു, സാധനം കിട്ടുന്നു, നമ്മൾ പോകുന്നു, പരിപാടി കഴിഞ്ഞു. പിന്നെ ബാഡ് ഡിസൈൻ എന്ന് പറയുന്നത്, ഇപ്പം ഇതിനകത്തൊരു ബാഡ് എന്ന് പറയാനായിട്ട്, ഇപ്പം വർക്കിംഗ് ആയിട്ടുള്ളവർക്ക് ഇതിനകത്തൊരു ബാഡ് ഫീലിംഗ് വന്നിട്ടുണ്ടോ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിലും പറയാമോ? ഇതിനകത്തൊരു ബാഡ് ഡിസൈനിങ് എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തതെന്ന് ചാറ്റിലിട്ടാലും മതി, അല്ലെങ്കിൽ വോയിസ് പറയുമെങ്കിൽ വോയിസ് പറയാം. ഓക്കെ, ഞാൻ തന്നെ പറയാം. ഇതിനകത്ത് ബാഡ് ഡിസൈനായിട്ട് നമുക്ക് ഇനീഷ്യലി ഫീൽ ചെയ്യുന്ന പറയുന്നത്, നിങ്ങൾക്ക് കളേഴ്സ് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും, ഒരു കോൺട്രാസ്റ്റ് ഇല്ലാണ്ടോ അല്ലെങ്കിൽ ഭയങ്കര കളറ് മൊത്തത്തിൽ കൂട്ടിക്കിഴച്ച് നമ്മൾ ചെയ്യാന്ന് പറയില്ലേ, അതുപോലെയാണ് ഇവിടെ ചെയ്ത് വെച്ചേക്കുന്നത്. ഒരു ലോഗിൻ സ്ക്രീനാണിത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കൂടുതൽ നന്നാക്കാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബാക്ക്ഗ്രൗണ്ട് കളേഴ്സ് ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ലോഗിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വലിയ ഭംഗിയായിട്ടോ ഒന്നും കൊടുക്കാനില്ല നമുക്ക്. ഒരാൾ ലോഗിൻ സ്ക്രീനിൽ വരുമ്പോഴത്തേക്ക് ആൾക്ക് എന്താ കാണണ്ടേ? ഒന്നില്ലെങ്കിൽ ഇമെയിൽ ഐ ഡി ഒരു പാസ്വേഡ് ലോഗിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ പുതിയ ഒരു സൈനപ്പിലോട്ട് നമ്മൾ പോകുന്നു. അപ്പോൾ ഇതിനകത്ത് 3 ബട്ടൺസ് തന്നിട്ടുണ്ട്: ലോഗിനും, സൈനപ്പും, ഫോർഗട്ട് പാസ്വേഡും. ഈ ഫോർഗട്ട് പാസ്വേഡ് ഒന്നും ഇങ്ങനെ നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പം എല്ലാവർക്കും അറിയായിരിക്കും, ഒരു ലോഗിൻ സ്ക്രീൻ നമുക്ക് കാണുമ്പോൾ ഫോർഗട്ട് പാസ്വേഡൊക്കെ വരുന്നത് എന്താണ്, ആ പാസ്വേഡിൻ്റെ ആ പാസ്വേഡും ഇമെയിൽ അഡ്രസ്സിൻ്റെ തൊട്ട് ഗ്യാപ്പിലായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ആ പാസ്വേഡിൻ്റെ തൊട്ടടിയിൽ അല്ലെങ്കിൽ ഫോർഗട്ട് പാസ്വേഡിൻ്റെ വരുന്നത്. അവിടെ ആയിരിക്കും എല്ലാവരും അത് കീപ്പ് ചെയ്യുന്നത്. ഇങ്ങനെ ബട്ടണായിട്ട് കൊടുക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ സൈനപ്പും ലോഗിനും, ഈ സൈനപ്പും ലോഗിനും നമ്മൾ ഒരേ കളർ വെച്ച് കഴിഞ്ഞാൽ അവിടെ യൂസറിന് ഒരു കൺഫ്യൂഷൻ വരിക. ഇപ്പം എന്താണ് ഇത്, സൈനപ്പ് ചെയ്യണോ അല്ലെങ്കിൽ ലോഗിൻ ചെയ്യണോ, ഏത് ക്ലിക്ക് ചെയ്യണം, ലോഗിൻ ചെയ്യാനോ ലോഗിൻ ആവുന്നത്, അല്ലെങ്കിൽ സൈനപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ആപ്പിൻ്റെ ഇൻ്റർഫേസിലോട്ട് ലോഗിൻ ആവുന്നത് അതായിരിക്കുമോ? അപ്പോൾ അങ്ങനെ കുറേ തോട്ട് ഓഫ് തിങ്കിങ് എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സൈനപ്പിന് നമ്മൾ ഒന്ന് ഡിമ്മായിട്ട് കൊടുക്കുക. കാരണം ഒരു യൂസർ വരുമ്പോഴത്തേക്കും ഇനീഷ്യലി ലോഗിൻ ചെയ്യുന്ന അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രം ലോഗിൻ ചെയ്യാം. അപ്പം ലോഗിൻ ആയിരിക്കും അവിടെ ഹൈലൈറ്റ് വരുന്നത്. എന്നാൽ നേരെ തിരിച്ച് സൈനപ്പ് പേജിലോട്ട് വരുമ്പോഴത്തേക്കും സൈനപ്പ് ആയിരിക്കും ഹൈലൈറ്റ് ആയിട്ടിരിക്കുക. അവിടെ ഏത് പേജാണോ, അതായത് ലോഗിൻ പേജ് ആയിക്കോട്ടെ സൈനപ്പ് പേജ് ആയിക്കോട്ടെ, അവിടെ ഏത് പേജാണോ നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് വേണ്ടത് ആ ഒരു പോയിന്റ് ഓഫ് ബട്ടൺ ആയിരിക്കും നമുക്ക് കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് വെക്കുന്നത് ബെറ്റർ. പിന്നെ ആപ്പിൽ നമ്മൾ ഡയറക്റ്റ് ഗൂഗിളായിട്ട് സൈൻ ഇൻ ചെയ്യുന്നവരുണ്ടാവും, ഫേസ്ബുക്ക്, ട്വിറ്റർ, അങ്ങനെ പല പ്ലാറ്റ്ഫോം വെച്ചിട്ട് ലോഗിൻ ചെയ്യുന്നവരുണ്ടാവും. അതെല്ലാം നമ്മൾ ഒരുമിച്ചൊരു കമ്പൈൻ ചെയ്ത് നമ്മൾ സ്ക്രീനിൽ വെക്കുമ്പോൾ ഒരു യൂസറിന് ചിലവർക്ക് മെയിൽ ഐ ഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്ത് താല്പര്യമില്ലാത്തവരുണ്ടാവും, ഡയറക്റ്റ് ഗൂഗിൾ ലോഗിൻ ചെയ്യുന്നവരുണ്ടാവും, ഫേസ്ബുക്ക് ഉണ്ടാവും, പിന്നെ അതായത് വേറെ ട്വിറ്റർ എക്സ് ഉണ്ടാവും, അതെല്ലാം ലോഗിൻ ചെയ്യുന്നവർ പല ആൾക്കാരുണ്ടാവും. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമ്മുടെ ഈ മീറ്റിലിരിക്കുന്നവരും പല തോട്ട് ഓഫ് തിങ്കിങ്ങിനുള്ള ആൾക്കാരായിരിക്കും. ഞാനടക്കം പല തോട്ട് ഓഫ് തിങ്കിങ് ആൾക്കാരായിരിക്കും. പിന്നെ ഇപ്പം ഇതിനകത്ത് ഇപ്പോൾ UX ഫീൽഡ് വർക്ക് ചെയ്യുന്നവർ ഒരു ആപ്പോ അല്ലെങ്കിൽ വെബ്സൈറ്റോ ഡിസൈൻ ചെയ്യുമ്പോൾ അവരുടെ യൂസേഴ്സ്, നമ്മൾ അവിടെ തിങ്ക് ചെയ്യേണ്ടത് ക്ലയൻറ്റിനെ ഒരിക്കലും നമ്മൾ തിങ്ക് ചെയ്യരുത്. ക്ലയൻറ്റിനെ ചിന്തിക്കണം. ക്ലയൻറ്റിന് ഒരു ഡിസൈൻ തോട്ട് ഉണ്ടാവും, ക്ലയൻറ്റ് ചിലപ്പോൾ സജഷൻസ് ഉണ്ടാവും, അതെല്ലാം നമ്മൾ കേൾക്കണം. പക്ഷേ അതിന് പുറമെ ഈ ക്ലയൻറ്റിൻ്റെ യൂസേഴ്സ് ഉണ്ട്, ക്ലയൻറ്റിൻ്റെ കസ്റ്റമേഴ്സ്, അവരെയാണ് നമ്മൾ കൂടുതലും സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. കാരണം ഈ ആപ്പ് നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തൊരു വരുമാനമില്ല. കാരണം നമുക്ക് ആ ഡിസൈൻ ചെയ്യുന്ന, അതായത് നമ്മൾ ആ വർക്ക് ചെയ്യുന്ന ഫണ്ട് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. ആപ്പ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട്, അതായത് നമ്മുടെ ഇൻഡസ്ട്രിയിലോട്ട് നമ്മൾ ഇറക്കുമ്പോഴത്തേക്കും ആപ്പിൽ നിന്ന് വരുമാനം നമുക്കില്ല, ഈ ചെയ്യുന്ന ആൾക്കില്ല. ഈ ചെയ്ത് കൊടുക്കുന്ന ക്ലയൻറ്റിനാണ് അതിൽ നിന്ന് ഇൻകംസ് കിട്ടുന്നത്. അപ്പം അവിടെ ആ ക്ലയൻറ്റിൻ്റെ കസ്റ്റമേഴ്സോ അല്ലെങ്കിൽ യൂസേഴ്സിന് അവിടെ നിൽക്കുക, അതായത് നമുക്ക്
അവിടെ കൊണ്ടുവരാൻ പറ്റിയ ഒരു ഡിസൈനും ഒരു UXും അതായത് യൂസർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ലേഔട്ട്സ് ആണെങ്കിൽ അവിടെ ഓഫ് കോഴ്സ് ആയിട്ടും നമുക്ക് ഇൻകംസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അത് ഇപ്പം നമുക്കായിക്കോട്ടെ, നമുക്കൊരു ഫ്രീലാൻസർ ആണെങ്കിലും ഒരു ഫ്രീലാൻസറിന് ഇൻകം ചെയ്യാൻ പറ്റിയ പല കാര്യങ്ങളുണ്ട്. ഒന്ന് ഫ്രീലാൻസ് ചെയ്യുന്നതും, പിന്നെ ബ്ലോഗ്, വെബ്സൈറ്റ്സ്, യൂട്യൂബ് ചാനൽ, ഇൻസ്റ്റാഗ്രാം, സെൽഫ് ബ്രാൻഡിങ് ഉണ്ടല്ലോ. സെൽഫ് ബ്രാൻഡിങ് ചെയ്യുന്നവർ ഇഷ്ടം പോലെ ആൾക്കാർ, ചിലപ്പം ഈ മീറ്റിലിരിക്കുന്നവർ തന്നെ ഉണ്ടാവും സെൽഫ് ബ്രാൻഡിങ് ചെയ്യുന്നവർ തന്നെ. അങ്ങനെ പല രീതികളുണ്ട്. അപ്പം ഗുഡ് ഡിസൈനിങ്ങും ബാഡ് ഡിസൈനിങ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലിയർ ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ഒന്നില്ലെങ്കിൽ മൈക്ക് ഓൺ ചെയ്തിട്ട് പറയാം, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇട്ടാലും മതി. നമുക്കത് റീഡ് ചെയ്തിട്ട് അത് നമുക്ക് ഇന്ററാക്ട് ചെയ്ത് നമുക്ക് എന്താണെന്ന് പറയാം. ഹലോ സാർ. ഓക്കെ, പറഞ്ഞു. എന്റെ പേര് ആൽവിൻ ആയിരുന്നു. ഓക്കെ, എനിക്കൊരു ഡൗട്ട് ഉള്ളത്, നമുക്ക് UX എത്ര നാൾ കൊണ്ട് പഠിക്കാൻ പറ്റും? അത് ഡിപ്പെൻസ് അപ്പോൺ യു. അത് നമുക്ക് ഞാൻ ഒരു UX പഠിച്ചത് ഏകദേശം ഒരു 6 മന്തോളം ഞാൻ എടുത്തു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ UI UX നമ്മൾ ഈ ഡിസൈനിന് പുറമെ ടൂൾസിനും പുറമെ കുറേ തിയറി പാർട്ടുകൾ നമുക്ക് കുറേ പഠിക്കാനുണ്ട്. കുറേ ലോസുകൾ നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ട്. കാരണം കുറേ UI ലോസ് നമുക്ക് പഠിക്കാനുണ്ട്. അതൊക്കെ ഇനിയും പഠിക്കാനുണ്ട്. കാരണം ഒരു ഡിസൈനറോ അല്ല ഒരു ഗ്രാഫിക് ഡിസൈനർ ആയിക്കോട്ടെ, ഒരു ഗ്രാഫിക് ഡിസൈനിങ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരാൾ ഒരിക്കലും ഫുള്ളി ഒരു ഡിസൈനർ ആയിരിക്കില്ല. കാരണം എല്ലാം പഠിച്ചൊരു ഡിസൈനർ ആയിരിക്കില്ല. കാരണം അതിനകത്ത് കുറേ പഠിക്കാനുണ്ട്. ഇഷ്ടം പോലെ ഇങ്ങനെ നമ്മൾ മറ്റേ കടൽ പോലെ കിടക്കുക പഠിക്കാനായിട്ട്. അപ്പം ഇനീഷ്യലി നമുക്ക് അത് ഡിപ്പെൻസ് ആയിരിക്കും. ചിലപ്പോൾ ഒരാൾക്ക് 1 വർഷം എടുക്കാം, ചിലപ്പോൾ 2 വർഷം എടുക്കാം, ചിലപ്പം 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ പഠിക്കുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ ഓൺലൈൻ വഴി പഠിക്കുന്നതിനെക്കാട്ടും നല്ലത് നമ്മളൊരു മെന്റർഷിപ്പിന്റെ അണ്ടറിൽ പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ചിലവർക്ക് ഓൺലൈൻ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്രാക്ടിക്കൽ ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടമായിട്ട് വരുന്നത്. കാരണം ഒരു മെന്റർഷിപ്പിന്റെ അണ്ടറിൽ നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഇപ്പം നമ്മുടെ ഗാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ അങ്ങനെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. കാരണം എല്ലാവർക്കും ഓരോ മെൻറ്റേഴ്സ് എന്നല്ല, ഓരോ ക്ലാസ്സിനും മെൻറ്റേഴ്സ് ഉണ്ടാവും. ആ മെൻറ്റേഴ്സിനോട് നമുക്ക് എന്ത് ഡൗട്ട് പറഞ്ഞാലും അവർ കൃത്യമായിട്ട് പറഞ്ഞു തരുമ്പോഴത്തേക്കും നമുക്കവിടെ എന്താ പറയുക, ഒരു ഇൻട്രാക്ഷനുമായി നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്തു. നമുക്ക് പിന്നെ ഡൗട്ടുകൾ ചോദിക്കാനും പറ്റും. അപ്പം എന്തായിരുന്നു പേര്? എന്റെ പേര് ആൽബിൻ. ആൽബിൻ. അപ്പം നമുക്ക് UX പഠിക്കാൻ പറ്റുന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കുറേ പഠിക്കാനുണ്ട് നമുക്ക്. ഇനീഷ്യലി ഇപ്പം ഞാൻ ഈ പറഞ്ഞതൊന്നും അല്ല നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. ഇപ്പം ആൽവിൻ ഇപ്പം UX എന്താണ് ഒന്ന് സെർച്ച് ചെയ്താൽ തന്നെ പല കാര്യങ്ങൾക്കും അറിയാൻ പറ്റും. ഇപ്പം UXന്റെ അത് ലോസ് എന്ന് തന്നെ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ലോസുകൾ അതിനകത്തുണ്ട്. ഇതെല്ലാം നമ്മൾ പഠിച്ചിരിക്കണം. പല കാര്യങ്ങളും നമുക്ക് അതിനകത്ത് പഠിച്ചിരിക്കണം. അല്ലാതെ നമ്മൾ ഒരു UX അല്ലെങ്കിൽ ഒരു ഗ്രാഫിക് ഡിസൈനർ ഫോട്ടോഷോപ്പും ഫിഗ്മയും അറിഞ്ഞെന്നും പറഞ്ഞ് ഒരിക്കലും ഒരാൾ ഒരു UX ഡിസൈനർ ആവാൻ പോണില്ല. കാരണം അത് ഞാൻ 100% പറഞ്ഞുതരാം. കാരണം പലരുടെ ഒരു തോട്ടുണ്ട്, ഫിഗ്മയോ അല്ലെങ്കിൽ ഫോട്ടോഷോപ്പോ പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരാൾ ഗ്രാഫിക് ഡിസൈനറോ അല്ലെങ്കിൽ ഒരു UX ഡിസൈനർ ആയെന്നാണ് അവരുടെ വിചാരം. പക്ഷേ അങ്ങനെയല്ല. കാരണം ഈ ഗ്രാഫിക് ഡിസൈനിൽ കുറേ പ്രോസസ്സുകൾ ഇഷ്ടംപോലെ നമ്മുടെ ഇവിടെ എല്ലോ ടൂൾസിൽ തന്നെ നമ്മുടെ ഫിലിം പോസ്റ്റേഴ്സ് ചെയ്യുന്ന തന്നെ വളരെ, അതായത് നമ്മൾ വിഷ്വലി കാണുന്ന ഒരു പോസ്റ്റർ ഉണ്ടല്ലോ, ആ പോസ്റ്ററിൻ്റെ ബിഹൈൻഡ് ദ സീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലോ ടൂൾസിൻ്റെ ഇൻസ്റ്റാ പേജിൽ തന്നെ കാണാം. ഇപ്പോൾ റീസെൻ്റ്ലി ചത്താപ്പച്ചയുടെ ഡിസൈൻ ചെയ്ത നമ്മളായിരുന്നു. അപ്പോൾ അതിനകത്ത് ഡിസൈൻ പ്രോസസ്സുകൾ അതായത് ഫോട്ടോഷോപ്പിൻ്റെ ഓരോ ലെയേഴ്സ് അവർ ഇട്ട് തന്നിട്ടുണ്ട്. ആ ലെയേഴ്സ് കണ്ടാൽ തന്നെ അറിയാം ബാക്ക് എൻഡിൽ എന്തൊക്കെ പണി അവർ ചെയ്തിട്ടുണ്ടെന്ന്. അങ്ങനെയാണ് ഒരു UXലും വരുന്നത്. ഒരു ടൂള് പഠിച്ചെന്ന് വെച്ചിട്ട് ഒരിക്കലും ഒരാൾ ഗ്രാഫിക് ഡിസൈനറോ അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ഗ്രാഫിക് ഡിസൈനറോ അല്ലെങ്കിൽ UX ഡിസൈനറോ ആയിരിക്കില്ല. ഇപ്പം ഞാൻ തന്നെ ഒരു പെർഫെക്റ്റ് UX ഡിസൈനർ ആയിരിക്കില്ല. എന്നെക്കാളും കൂടുതൽ നന്നായിട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പം UX പഠിക്കുന്നത് ഡിപ്പെൻസ് ആണ്. ഇപ്പം ആൽവിൻ്റെ ഒരു തോട്ടായിരിക്കില്ല ചിലപ്പോൾ എനിക്ക് വരുന്നത്. അപ്പം ആൽവിൻ്റെ പെട്ടെന്നൊരു ഡിസൈൻ തോട്ടോ അല്ല പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയ ഒരാളാണെങ്കിൽ പെട്ടെന്ന് UX പഠിച്ചെടുക്കാന്നുള്ളൂ. എന്നാലും ഒരു മിനിമം റേറ്റ് പറയാം, ഒരു 6 to 1 year ആണ് മിനിമം പറയുന്നത് തന്നെ നമുക്ക് പഠിച്ചെടുക്കാനായിട്ട്. അതുപോലെ തന്നെ റൂൾസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അത് ഞാനിപ്പോ കറന്റ്ലി പഠിക്കുകയായിരുന്നു. എന്തായിരുന്നു പഠിക്കുന്നത്? ഞാനിപ്പോ ഗ്രാഫിക് ഡിസൈൻ പഠിക്കാൻ വേണ്ടി നോക്കിയായിരുന്നു. അപ്പോ ഇതേ ഗ്രാഫിക് ഡിസൈൻ പോലെ തന്നെ ആയിരിക്കുമോ ഇതിന്റെ റൂൾസും കാര്യങ്ങളെല്ലാം വരുന്നത്? അങ്ങനല്ല, വളരെ വ്യത്യാസമായിരിക്കും. കാരണം UX എന്ന് പറയുമ്പോഴത്തേക്കും അത് എന്താ പറയുക, മീൻസ് ഇൻട്രാക്ഷൻസ് ആണല്ലോ വരുന്നത്. ഗ്രാഫിക് ഡിസൈനിനകത്ത് എന്താ പറയുക, ഒരു സ്റ്റാറ്റിക് ഒരു ഡിസൈൻ മാത്രമല്ല അവിടെ വരുന്നുള്ളൂ. ഒരു UI UXനകത്ത് വരുമ്പോഴത്തേക്കും
ഒരു സ്റ്റാറ്റിക് ഡിസൈൻ, ഒരു സ്റ്റാറ്റിക് വെബ്സൈറ്റോ സ്റ്റാറ്റിക് ആപ്പ് ആയിക്കോട്ടെ, അത് നമ്മൾ ഞാൻ പറഞ്ഞ പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ ഈ പ്രോട്ടോടൈപ്പിൽ നമുക്ക് പല അനിമേഷൻസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ആ സ്റ്റാറ്റിക്കിൽ നിന്ന് ഒരു ഇൻട്രാക്റ്റീവ് ഡിസൈനിലോട്ട് ആക്കുന്ന ഒരു യു എക്സ് ഡിസൈനർ പോസിബിൾ ആക്കുന്ന അവിടെ. അതൊരിക്കലും ഗ്രാഫിക് ഡിസൈനറും യു എക്സ് നമ്മൾ വളരെ ഡിഫറൻസ് ഉണ്ട്. ഈ ചിലവരുടെ ഒരു തോട്ടുണ്ട് ഈ യു ഐ എക്സ് ചെയ്യുന്ന ഒരു ഗ്രാഫിക് ഡിസൈനർ ചെയ്യണം എന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ രണ്ടും കൊണ്ടുപോകുന്നവരുണ്ട്. ഇപ്പം ഞാൻ ചെറിയ ഗ്രാഫിക് ഡിസൈൻ ചെയ്യുന്ന ഒരാളാണ്. പിന്നെ അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു വെബ്സൈറ്റോ അല്ലെങ്കിൽ ആപ്പ് ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പം ചില ഗ്രാഫിക്സുകൾ നമുക്ക് വേണ്ടി വരും. ഇപ്പം എന്തെങ്കിലും വെക്ടറോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഗ്രാഫിക്സ് എലമെൻറ്റ്സ് നമുക്ക് വേണ്ടി വരും. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇപ്പം ചിലപ്പോൾ നമ്മുടെ കമ്പനിയിലോ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഡിസൈനേഴ്സ് ചിലപ്പോൾ ബിസി ആയിരിക്കും. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഭയങ്കര വർക്ക് ലോഡായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഗ്രാഫിക് ഡിസൈനിങ് അറിയാം, നമുക്ക് ഫോട്ടോഷോപ്പ് അറിയാം, നമുക്ക് ഇല്ലുസ്ട്രേറ്റർ അറിയാം. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ രീതിക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഗ്രാഫിക് ഡിസൈനിങ്ങും യു ഐ എക്സും അറിഞ്ഞിരുന്നുള്ള, അതായത് മൾട്ടി ടാലന്റ് എന്ന് പറയില്ലേ, മൾട്ടി ടാലന്റ് എപ്പോഴും നമ്മൾ, അതായത് മൾട്ടി നോളജ് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യുന്നത് വളരെ ബെറ്റർ ആയിരിക്കും. കാരണം ഇപ്പോൾ ഒരാൾ ചോദിക്കുമ്പോഴത്തേക്കും നമുക്കത് അറിയില്ല ചെയ്യാൻ, എനിക്ക് അത് എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നമുക്ക് അറിയില്ല, അങ്ങനെ പറയുന്നതിന് ഭേദം ഇപ്പം ഞാൻ ആൽവിനോട് ചോദിക്കാം, ആൽവിന് ഇപ്പം എനിക്കൊരു യു ഐ എക്സ് അല്ലെങ്കിൽ ഒരു ലോഗോ എനിക്കൊരു ക്രിയേറ്റ് ചെയ്ത് തരണം, എനിക്ക് ഫുള്ള് ബ്രാൻഡിങ് എനിക്ക് ചെയ്ത് തരണം. അപ്പോൾ ആൽവിൻ പറയാം, എനിക്ക് ബ്രാൻഡിങ് അറിയില്ല, ഞാൻ യു എക്സിനെയാണ് ചെയ്യുന്നത്. പക്ഷെ അപ്പം എനിക്ക് അവിടെ ഒരു നെഗറ്റീവ് ഫീൽ വരിക. അപ്പം ഞാൻ ആൽവിന് വർക്ക് എന്നിട്ട് കാര്യമില്ല, എനിക്ക് ഒരു എനിക്ക് ഔട്ട്പുട്ട് എനിക്ക് കിട്ടില്ല. അപ്പം ആൽവിൻ തരുന്ന ഔട്ട്പുട്ട് എനിക്ക് ഓക്കെ ആയിരിക്കില്ല. അപ്പം ഞാൻ എന്താ ചെയ്യുക, ഇപ്പം വേറൊരാൾ ഇപ്പം ആൽവിൻ ഇപ്പം അഥവാ പറയാം, അപ്പം ഞാൻ യു എക്സ് ഇപ്പം ആൽവിനോട് ഞാനൊരു ക്ലയൻറ്റാന്ന് വിചാരിക്കും. ഇപ്പോൾ ക്ലയൻറ്റ് ഇപ്പം ഞാൻ ആൽവിനോട് പറയാം, എനിക്കൊരു വെബ്സൈറ്റ് വേണം, ഒരു ഫുൾ വെബ്സൈറ്റിൻ്റെ ഡിസൈൻ വേണം. ആ ഡിസൈനിനകത്ത് ഡിസൈനെല്ലാം കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഡിസൈനെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ആൽവിനോട് പറയാം, എനിക്ക് ഫുൾ ബ്രാൻഡിങ് കൂടി വേണം. അതായത് എൻ്റെ പ്രോഡക്റ്റ് ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ പാക്കേജസ്, എൻ്റെ ലോഗോ ഡിസൈനിങ്, ഫുള്ള് കളർ ടോണ്, ടൈപ്പോഗ്രഫി എല്ലാം ഞാൻ ആൽവിനോട് പറയുക, ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം, എനിക്ക് ഇങ്ങനെ കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ആൽവിനും പറയുക, എനിക്ക് അതും ചെയ്യാൻ അറിയാം എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്ന് അപ്പം ഞാൻ വേറെ അടുത്ത് പോകണ്ട, എനിക്ക് എൻ്റെ വെബ്സൈറ്റ് ചെയ്ത ആൾ തന്നെ എനിക്ക് ചെയ്തു തരും. അപ്പോൾ എനിക്ക് വേറെ അന്വേഷിക്കേണ്ട, വേറെ ഒരാളുടെ അടുത്തും പോകണ്ട. അപ്പോൾ ഡയറക്റ്റ്ലി എനിക്ക് ആൽവിനോട് വന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി, എനിക്ക് എപ്പോഴും ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന്. അപ്പം ഒരു മൾട്ടി നോളേജ് എപ്പോഴും അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതൊരു വെബ്സൈറ്റ് ബിൽഡിങ്ങിനാണെങ്കിലും ഇപ്പം എനിക്ക് കറൻ്റ്ലി നോളജ് ഉള്ളതെന്ന് പറയുന്നത് ഞാൻ റിയാക്ട്, നെക്സ്റ്റ് പിന്നെ റിയാക്ട് നേറ്റീവ്, പിന്നെ ഫ്ലട്ടർ, പിന്നെ നമ്മുടെ പൈത്തൺ, PHP, ലാറാവൽ, പിന്നെ നോട്ട് JS, പിന്നെ നമ്മുടെ സെർവേഴ്സായ AWS, പിന്നെ DigitalOcean, അങ്ങനെ കുറേ സെർവേഴ്സിനെല്ലാം എനിക്കറിയാം. അതിൻ്റെ കൂടെ തന്നെ UX, പിന്നെ ഗ്രാഫിക് ഡിസൈനിങ്ങും, പിന്നെ ചെറിയ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റിയ എല്ലാ നോളജ് നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഞാൻ ഫ്രീലാൻസ് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് ഇത്രയും നോളജ് കിട്ടിയത്. കാരണം ഫ്രീലാൻസ് പിടിക്കുമ്പോഴത്തേക്ക് നമ്മൾ എപ്പോഴും നമ്മൾ അത് മാത്രം പിടിക്കാതെ നമ്മൾ വേറെ മേഖലയിലോട്ട് നമ്മൾ പിടിക്കും. അതാണ് നമ്മൾ ഡിഫറൻസ് ഉണ്ടല്ലോ, മൾട്ടി ടാലന്റ് അറിയുന്നതും ഒരു ടാലന്റ് അറിയുന്നതിനും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അതിന് വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ക്ലിയർ ആയിട്ടുണ്ട്. എങ്ങനെ ഡിഗ്രി പഠിച്ച് ഇറങ്ങിയതാണോ അല്ലെങ്കിൽ? ഇല്ല, ഞാൻ ഡിഗ്രി കഴിഞ്ഞില്ല, ഞാൻ +2 കഴിഞ്ഞ് 1 year ബ്രേക്ക് എടുത്തേക്കായിരുന്നു. ആക്സിഡന്റ് ആയിട്ടുണ്ടായിരുന്നു, അപ്പോ ശേഷം ബ്രേക്ക് എടുത്തു. ഇപ്പൊ ഗ്രാഫിക് ഡിസൈൻ പഠിക്കാൻ വേണ്ടി ഇരിക്കുക. മറ്റേ നമ്മുടെ ഡിഗ്രി എടുക്കാനാണോ, അതിന് UG എടുക്കാനാണോ ഗ്രാഫിക് ഡിസൈനിങ്ങിന്റെ? ഇല്ല, UG എടുക്കാനല്ല, ഞാൻ അടുത്ത് തന്നെ എറണാകുളത്ത് തന്നെ ഒരു സ്ഥാപനത്തിലേക്ക് പോകാന്നുള്ള രീതിയിലായിരുന്നു ഇരുന്നത്, ഗ്രാഫിക് ഡിസൈൻ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, കുറച്ച് ഏതാണ് നല്ലതെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇവിടെ വന്നതാണ്. നമുക്ക് നമ്മുടെ ഗായന എൻക്വയറി എന്നുള്ളത് നമുക്ക് കൂടുതലും ഞങ്ങളുടെ ഇൻസ്റ്റാ പേജ് അറിഞ്ഞാലും നമ്മുടെ ഇവിടെ ഫാക്കൽറ്റി നമ്മളെ കോൾ ചെയ്യുന്നതായിരിക്കും. ഈ എൻക്വയറി ചെയ്യാൻ എല്ലാ ഡീറ്റെയിൽസ് എടുത്ത കാര്യങ്ങൾ പറഞ്ഞു തരും. നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് മീൻസ് കോഴ്സുകൾ എന്തൊക്കെ നമ്മൾ ഇവിടുന്ന് എടുക്കുന്നുണ്ട്, എല്ലാം നമ്മൾ ഇവിടുന്ന് പറഞ്ഞു നമ്മളിവിടെ കോൺടാക്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇപ്പോൾ കോൺടാക്ട് ചെയ്തിട്ട് ചിലപ്പോൾ എന്നോട് ഹാൻഡ് ഓവർ ഞാനായിരിക്കും പറഞ്ഞു തരുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ വേറെ ഫാക്കൽറ്റീസോ അല്ലെങ്കിൽ വേറെ സെയിൽസ് ഹെഡുകളോ എല്ലാ മാർക്കറ്റേഴ്സും ഇവിടെ ഉണ്ട്, എല്ലാവരും അത് പറഞ്ഞു തരും കോഴ്സിനെ പറ്റി എല്ലാ ഡീറ്റെയിൽസും. ഓക്കെ, താങ്ക് യു. നമുക്ക് ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഗുഡ് ഡിസൈൻ ഈസ് നോട്ട് എ ഡെക്കറേഷൻ. അതായത് ഒരിക്കലും ഒരു ഡിസൈൻ, ഇത് ലാസ്റ്റ് സ്ലൈഡാണ്, നമ്മൾ വെബിനാറുടെ അവസാനം നമുക്ക് ലാസ്റ്റ് ഒരു FAQs നമുക്ക് വെക്കാം, ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അത് ചോദിച്ച് സോൾവ് ചെയ്യാം. അപ്പം കം ടു വെബിനാർ, നമുക്ക് സ്ലൈഡ് വരാം. ഇതിനകത്ത് ഗുഡ് ഡിസൈനിങ്ങും ഒരു ഗുഡ് ഡിസൈൻ ഒരിക്കലും ഒരാളുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റില്ല. കാരണം ചുമ്മാ നമ്മളൊരു ഡിസൈൻ കൊണ്ട് നമ്മൾ ഒരു വെബ്സൈറ്റോ അല്ലെങ്കിൽ ഒരു ആപ്പോ ചെയ്യുമ്പോൾ
അവിടെ ഒരു യൂസറിൻ്റെ ഒരു കസ്റ്റമറിൻ്റെ ചിലപ്പം ഡിസൈൻ അല്ലാതെ ഒരു പ്രോബ്ലം സോൾവ് ആയി എന്ന് വരില്ല. ഇ കൊമേഴ്സ് നമ്മൾ തുടങ്ങുമ്പോൾ ഇനീഷ്യലി നമ്മൾ ചെയ്യുന്നതിന് പകരം അവിടെ വേറെ എന്തെങ്കിലും വിഷ്വൽ ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഒരു കസ്റ്റമറിൻ്റെ ഒരു പ്രോബ്ലം ആയിട്ട് വരും. സെർച്ച് ബട്ടൺ എവിടെ ഒന്ന് സെർച്ച് ചെയ്യും, അവിടെ കണ്ടില്ല. മീൻസ് പെട്ടെന്ന് നോട്ട് ചെയ്യാൻ പറ്റിയ രീതിയിലല്ല ഒരു സെർച്ച് ഐക്കൺ വെച്ചത്. ചിലപ്പം ഫുള്ള് സെർച്ച് ബാറിന് പകരം ഒരു സെർച്ച് ഐക്കൺ ആയിരിക്കും വെച്ചേക്കുന്നത്. അത് ചിലപ്പോൾ ഒരു നോട്ടീസ് ചെയ്യുന്നു വരില്ല. അപ്പം അങ്ങനെ പല ഫോൾട്ടുകളും വന്നു കഴിഞ്ഞാൽ ഒരു യൂസറിനോ ഒരു കസ്റ്റമറിനോ അവിടെ സ്റ്റേ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ആപ്പ് യൂസ് ചെയ്യാനോ തോന്നില്ല. അപ്പം ഒരിക്കലും ഒരു ഡിസൈന് ഒരു പ്രോബ്ലം സോൾവർ ആയിരിക്കില്ല. കാരണം ഇപ്പം ഇത് അറിയുന്ന പോലെ ഒരു ഫിഗ്മ അല്ലെങ്കിൽ ഒരു അഡോബി XD ടൂള് അറിയുന്ന ഒരാൾ ഒരിക്കലും ഗുഡ് UI ഡിസൈനർ ആവില്ല. കാരണം അതിൻ്റെ പുറമേ കുറേ അതായത് നമ്മുടെ മീൻസ് കുറേ ബാക്കിലോട്ട് നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കും കുറേ കാര്യങ്ങളുണ്ടല്ലോ. അങ്ങനെ ചിന്തിക്കുമ്പോഴായിരിക്കും അങ്ങനെ യൂസറിൻ്റെ തോട്ടിൽ ചിന്തിച്ചാൽ മാത്രമേ നമുക്കൊരു ഡിസൈനറോ അല്ലെങ്കിൽ UI ഡിസൈനറായിട്ട് നമുക്ക് ചെയ്യാൻ അതായത് ആവാൻ പറ്റുള്ളൂ. ഒരു ഗ്രാഫിക് ഡിസൈനർ ആയിക്കോട്ടെ, എന്താണെങ്കിലും ടൂൾസ് അറിഞ്ഞെന്നും പറഞ്ഞ് ഫുള്ള് ടൂൾസ് അറിയാം അത് അറിഞ്ഞെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരാൾ ഡിസൈനർ ആവാൻ പോകുന്നില്ല. നമ്മൾ എന്ത് ഡിസൈൻ ചെയ്താലും നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണെങ്കിലും ഡിസൈൻ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും വർക്ക് ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും മേഖല ആയിക്കോട്ടെ, അവിടെ എന്തെങ്കിലും വർക്ക് ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും മേഖല ആയിക്കോട്ടെ, അവിടെ ഇപ്പം ഡിജിറ്റൽ മാർക്കറ്റിൽ ഒരു ആഡ് റൺ ചെയ്യണേ തന്നെ നമ്മൾ ആഡ് ഫോക്കസ് ചെയ്യുന്നത് ചിലപ്പം എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ്, ഇപ്പോൾ ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റ് ആണ് എല്ലാവരും നമ്മൾ ഫോക്കസ് ചെയ്യില്ലല്ലോ. ഈ സ്കിൻ കെയർ യൂസ് ചെയ്യുന്നവർ, ലേഡീസിന്, ഈ മെൻസ് ആരൊക്കെ യൂസ് ചെയ്യുന്ന, എന്ത് ഏജ് കാറ്റഗറി, അങ്ങനെ പല കാറ്റഗറീസ് ഉണ്ടാവും. ആ പല കാറ്റഗറീസിലോട്ടും നമ്മൾ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും ആഡ് റൺ ചെയ്യണേ. അങ്ങനെ പല മേഖലകളിലും പല രീതിയിലായിരിക്കും നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാത്തിലും ഓരോ രീതികളുണ്ട്. അപ്പം UXൽ ഇങ്ങനെയാണ്. ഒരു ഡിസൈൻ ഒരിക്കലും ഒരു ഡെക്കറേഷന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ട് കാര്യമില്ല. ഒരു യൂസറിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ഒരു ഡിസൈൻ ചെയ്യുമ്പോഴാണ് അവിടെ ഒരു ബെസ്റ്റ് അല്ലെങ്കിൽ എന്താ പറയുക, ഒരു നല്ലൊരു UX ഡിസൈനർ അവിടെ ഉണ്ടാവുന്നത് തന്നെ. അപ്പം എനിവേ എല്ലാവർക്കും താങ്ക് യു അഗെയിൻ ജോയിൻ ചെയ്തതിന്. ഇപ്പം നമുക്ക് ഇത്രയും ഒരു സെക്ഷനിൽ നിന്ന് നമുക്കൊരു ചെറിയൊരു FAQ പോലെ നമുക്ക് നോക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിക്കാനോ എന്തെങ്കിലും അറിയാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ ചോദിക്കാം. അത് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അല്ലെങ്കിൽ റെഫർ ചെയ്ത് പറയാനാണ് റെഫർ ചെയ്ത് പറഞ്ഞുതരാം. നമ്മുടെ ഗായനെ കോൺടാക്ട് നമ്പേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ക്ലിയർ ചെയ്യുന്ന തന്നെ ആയിരിക്കും. അപ്പം ഇപ്പം എന്തെങ്കിലും FAQs ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം, ക്ലിയർ ചെയ്യാം, നമുക്ക് ഇൻട്രാക്ട് ചെയ്യാം. അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹലോ സാർ, ഗുഡ് ഈവനിങ്. പറഞ്ഞോളൂ. എൻ്റെ പേര് സിയാസ്. ഓക്കെ. ഈ സൈറ്റ് മാപ്പിംഗ്, അതുപോലെ യൂസർ ഫ്ലോ, ടാസ്ക് ഫ്ലോ, ഇങ്ങനെ മൂന്നെണ്ണം ഇങ്ങനെ ഇൻഫർമേഷൻ ആർക്കിടെക്ചറിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ കാണാം. അപ്പൊ ഈ മൂന്നും തമ്മിലുള്ള മെയിൻ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ ഒരു സോഫ്റ്റ്വെയർ, ഒരു ആപ്പിന്റെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എല്ലാ ഫ്രെയിമുകളിലും വരുന്നത് ഏതിന്റെ കീഴിലാണ്? എങ്ങനെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞല്ലോ. അതായത് ഒന്നുകൂടി ചോദിച്ചേ, മനസ്സിലായില്ല. സൈറ്റ് മാപ്പിംഗ്, യൂസർ ഫ്ലോ, ടാസ്ക് ഫ്ലോ, ഈ മൂന്നും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. സൈറ്റ് മാപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ലൈക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ സൈറ്റ് മാപ്പ് അതായത് ഹോം പേജ്, എബൌട്ട് പേജ്, സർവീസ് പേജ്, അങ്ങനെ ഇന്നർ പേജസ് പല ഇതുണ്ടാവുമല്ലോ. അതല്ല ഈ സൈറ്റ് മാപ്പിൻ്റെ അണ്ടറിൽ വരുന്നത്. പിന്നെ എന്തായിരുന്നു ചോദിച്ചാൽ യൂസർ ഫ്ലോയും ടാസ്ക് ഫ്ലോയും. യൂസർ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഈ സ്ലൈഡിൽ തന്നെ കാണിച്ചത്. ലൈക്ക് ഇത് കണ്ടില്ലേ, ഇതൊരു യൂസർ ഫ്ലോ ആയിട്ട് നമ്മളിവിടെ കൺവേർട്ട് ചെയ്യുന്നത്. അതായത് ഒരു ആപ്പ് എടുക്കുമ്പോൾ, ഇപ്പം ഒരു ആപ്പ് ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്കും ആപ്പ് തുറന്നിട്ട് ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു യൂസർ എന്താണോ അവിടെ ആവശ്യമുള്ള സാധനം മാത്രമേ അവർ ഫോക്കസ് ചെയ്യുള്ളൂ. കാരണം ഒരു ഫുഡ് ഓർഡർ ചെയ്യാനാണെങ്കിലും ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ വേറെ എന്തെങ്കിലും നോക്കാൻ പോയില്ലല്ലോ. ഫുഡ് എടുക്കുന്നു, സെലക്ട് ചെയ്യുന്നു, ആഡ് ടു കാർഡ് കൊടുക്കുന്നു, പേയ്മെൻറ്റ് കൊടുക്കുന്നു, ഓർഡർ കൺഫർമേഷൻ കൊടുക്കുന്നു. ഇതാണ് ഒരു യൂസർ ഫ്ലോ എന്ന് പറയുന്നത്. അതായത് യൂസറിൻ്റെ ജേണി, ഒരു ആപ്പിൻ്റെ ഫുള്ളൊരു ജേണിയാണ്. ഒരു ഇ കൊമേഴ്സ്, ഒരു ആമസോണിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പ്രോഡക്റ്റ് നമുക്ക് ഷൂ വേണം, ഷൂ സെർച്ച് ചെയ്യുന്നു, ഏതാ ഷൂ ആണ് നമുക്ക് ഇഷ്ടപ്പെട്ട് തോന്നിയത് നമ്മൾ സെലക്ട് ചെയ്യുന്നു, ആഡ് ടു കാർട്ട് കൊടുക്കുന്നു, കൺഫേം കൊടുക്കുന്നു, ബില്ല് ചെയ്യുന്നു, ഓർഡർ ചെയ്യുന്നു, പരിപാടി കഴിഞ്ഞു. അതാണ് യൂസർ ഫ്ലോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് യൂസർ ടാസ്കുകളുണ്ട്. ഈ ടാസ്കുകൾ എന്ന് പറയുന്നത് നമുക്ക് പല ടാസ്കുകൾ വരാം. അതായത് ഇപ്പം ഇതേനൊരു ടാസ്ക് ആയിട്ട് തന്നെ എടുക്കാം. ലൈക്ക് ഇപ്പോൾ എന്തെങ്കിലും ബുക്ക് ചെയ്യുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ആ ആപ്പിനകത്ത് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഒരു ടാസ്ക്കായിട്ട് തന്നെ അത് എടുക്കാതെ. ഇപ്പം നമുക്ക് ഇപ്പം എന്താ ഒരു എക്സാമ്പിൾ പറയുന്നത്, ഇപ്പം ആമസോണ് തന്നെ ഒരു വലിയൊരു ടാസ്ക് അല്ലേ, യൂസറിൻ്റെ ടാസ്ക് തന്നെയല്ലേ. വന്നിട്ട്
ആമസോണിൽ വരുന്നു, നമുക്ക് എന്ത് പ്രൊഡക്റ്റാണോ ചെയ്യേണ്ടത്, അതായത് എന്ത് പ്രൊഡക്റ്റാണോ വേണ്ടത് ആ പ്രോഡക്റ്റ് നമ്മൾ സെർച്ച് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് അതൊരു മീൻസ് ബിഗ് ടാസ്ക് അല്ലേ. കാരണം ചിലവർ പെട്ടെന്ന് നല്ല സെലക്റ്റീവ് ആയിരിക്കും, എന്നാൽ ചിലവർ ഇപ്പോൾ നമ്മളൊരു തുണിക്കടയിൽ പോയി കഴിഞ്ഞാലും എല്ലാ സാധനവും താഴെ ഇട്ടിട്ട് ഇഷ്ടപ്പെടാത്ത കുറേ ആൾക്കാരുണ്ടാവും. അങ്ങനെ കുറേ നമ്മൾ ടാസ്കുകൾ, അതായത് യൂസറിന് എന്തൊക്കെ അവിടെ ചെയ്യാൻ പറ്റുന്നു അതെല്ലാം ഒരു ടാസ്കുകളായിട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും അവിടെ. ഓക്കെ ആണോ? ഓക്കെ ഓക്കെ. ടാസ്ക് ഫ്ലോ എന്ന് പറയുമ്പോൾ അപ്പോൾ ഒരുപാട് ടാസ്കുകൾ ഉണ്ടാവും. അതന്നെ, ഒരുപാട് ടാസ്ക് കൂടിയതായിരിക്കും ഒരു യൂസർ ഫ്ലോ, അല്ലാത്ത നേരെ തിരിച്ചാണോ? ടാസ്ക് നമ്മൾ ഒരു യൂസറിന് നമ്മൾ ഒരു ആപ്പിൽ നമ്മൾ സ്റ്റേ നിൽക്കണമെങ്കിൽ യൂസർ ഫ്ലോ എപ്പോഴും കുറവായിരിക്കണം. ലൈക്ക് നമ്മൾ മൾട്ടിപ്പിൾ സ്റ്റെപ്പുകൾ അവിടെ വെച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ. ഇപ്പം ഞാനാണെങ്കിലും ഒരു ആപ്പിനകത്ത് കയറി കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ സ്റ്റെപ്പ് എനിക്ക് ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ചില ആപ്പുകളുണ്ടല്ലോ കുറേ ഫോമുകൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഫോമുകൾ ഫില്ല് ചെയ്യേണ്ട ആരെങ്കിലുമൊക്കെ നിൽക്കുമോ? അവർക്ക് ആ സാധനം മാത്രം കിട്ടിയാൽ പോരെ. ആ ആപ്പ് എന്ത് തരുന്നു, ആപ്പിനകത്ത് എന്തൊക്കെ വരുന്നു അത് മാത്രം അവർക്ക് കിട്ടിയാൽ മതി. അല്ലാണ്ട് ഈ കഥ മൊത്തം അതിനകത്ത് കാണിച്ചിട്ട്, അതായത് ഫുള്ള് ഇങ്ങനെ കഥ പോലെ ഇങ്ങനെ കുറേ ഫോമുകൾ ഫില്ല് ചെയ്ത് അല്ലെങ്കിൽ കുറേ പേജസ് അല്ലെങ്കിൽ കുറേ സ്ക്രീനുകൾ കാണിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും അവിടെ നിൽക്കില്ല അവിടെ. അപ്പോൾ അത് നമ്മൾ മാക്സിമം യൂസറിൻ്റെ ടാസ്കുകൾ കുറയ്ക്കുക, യൂസറിൻ്റെ ഫ്ലോ കുറയ്ക്കുക. അപ്പം ഫുള്ളി ഒരു ഡിസൈൻ നമുക്കൊരു സ്ട്രക്ചറൊക്കെ കിട്ടുകയും ചെയ്യും നമുക്കവിടെ. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. അപ്പം നമ്മൾ ഇപ്പം എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഫീഡ്ബാക്ക് ഫോം നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരുടെയും ഒരു ഫീഡ്ബാക്ക് നമുക്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. കാരണം എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ സെക്ഷൻ, എങ്ങനെ ഉണ്ടായിരുന്നു എനിക്കറിയാലോ. അപ്പോൾ എനിക്കത് അടുത്ത സെക്ഷനിൽ ഇപ്പം ഈ കയറിയ എല്ലാവരും നെക്സ്റ്റ് സെക്ഷനിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് തേഴ്സ്ഡേ അല്ലെങ്കിൽ ഫ്രൈഡേ ഇങ്ങനൊരു സെക്ഷൻ എപ്പോഴും ഉണ്ടായിരിക്കുന്നതായിരിക്കും എല്ലാ വീക്കിലും. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഷെഡ്യൂൾ ചെയ്തേക്കുന്നത്. മീൻസ് ഫുൾ നമുക്ക് ഇങ്ങനെ സെക്ഷനായിട്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു UX ഡിസൈനറായിട്ട് മാറാം നമുക്ക് ഫുള്ളായിട്ട്. ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് പിന്നെയും കേൾക്കണമെങ്കിൽ നമ്മുടെ ഗ്ലോബൽ അക്കാഡമി ഓഫ് ആർട്ടിസ്റ്ററി എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനലുണ്ട്. യൂട്യൂബ് ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതിന് മുന്നുള്ള സെക്ഷൻ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് പോയി കേൾക്കാവുന്നതാണ്. ഇതിന് മുന്നുള്ള ക്ലാസ് പോട്ടെ, വെബിനാർ. ഓക്കെ, അപ്പം എല്ലാവർക്കും ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്. അപ്പം നമുക്ക് ഈ വെബിനാറോടെ എൻഡ് ചെയ്യാം. സോ നമുക്ക് അപ്പം ബൈ. താങ്ക് യു ഓൾ.